50 വർഷം മുമ്പ് പിന്നിലേക്ക് പോവുകയാണ്. ഈ സ്കൂളിൽ അന്ന് ഇവരുടെയൊക്കെ മുഖങ്ങൾ, ചിലരുടെയൊക്കെ മുഖം വലിയ വ്യത്യാസം വന്നിട്ടില്ല. പിന്നെ ജീവിത പങ്കാളി നിങ്ങളോടെയൊക്കെ കൂടി നിങ്ങൾ രൂപപ്പെടുത്തിയെടുത്ത മനോഹരമായ മുഖഭാവത്തോടുകൂടെ അവരെ ഇപ്പോൾ കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും മംഗളങ്ങളും അറിയിക്കും. 2 കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്, എൻ്റെ സുഹൃത്തുക്കളോട് നമ്മളിവിടെ ആയിരുന്ന കാലം നമ്മുടെ അധ്യാപകരെയൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ട്. നമ്മളെ പഠിപ്പിച്ചവർ, നമ്മൾ ഓടി നടന്ന സ്ഥലങ്ങൾ. ഇപ്പം നമുക്ക് ഓരോരുത്തർക്കും ഒരു പുതിയ അധ്യാപകനുണ്ട്. ആ അധ്യാപകൻ മറ്റാരുമല്ല, നമുക്ക് എനിക്ക് തോന്നുന്നാൽ ഒരു 65 വർഷം നമ്മൾ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾക്കൊരു 65 വയസ്സ്. 50 നമ്മൾ 10ാം ക്ലാസ് പഠിച്ചിറങ്ങിയപ്പോൾ 65 വയസ്സ് ഉണ്ടാവും. എനിക്കിപ്പോൾ 65 തോന്നുന്നു. അപ്പോൾ ഈ 65 വർഷത്തെ എക്സ്പീരിയൻസ്, അനുഭവമാണ് ഏറ്റവും നല്ല അധ്യാപകൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്കൊക്കെ ഒരു നല്ല അധ്യാപകൻ നമ്മുടെ ഈ 65 വർഷത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഉണ്ട്. ആ അനുഭവത്തിൽ നിന്ന് പഠിക്കാനായിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ ഏതായാലും നമ്മളൊരു 65 വർഷം കൂടെ ജീവിച്ചിരിക്കുകയും ഇല്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല ഭാഗം നമുക്ക് ദൈവം തന്നു കഴിഞ്ഞു. ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് കൂടുതൽ സന്തോഷം, സമാധാനം അനുഭവിക്കാനായിട്ട് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമതായിട്ടുള്ള ഒരു കാര്യം, ഒരു നെഗറ്റീവ് ചിന്തയും ഇനി നമ്മുടെ ആരുടെയും മനസ്സിൽ ഉണ്ടാകാതെ കയറിപ്പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇതുവരെയുള്ള ജീവിതത്തിൽ ചിലപ്പോൾ ചെറിയ ചെറിയ കുറവുകളൊക്കെ, ഇപ്പോൾ ചില ദേഷ്യമോ അരിശോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആരോടെങ്കിലും ഒരു സ്നേഹക്കുറവോ അങ്ങനെയൊക്കെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി, അല്ലെങ്കിൽ ദുശീലങ്ങൾ, മദ്യപാനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഇനിയുള്ള അവസരത്തിൽ കഴിയട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം നമുക്കറിയാം, ഇനി നമ്മൾ ഓരോ ദിവസവും പ്രായം കൂടി വരുമ്പോൾ നമുക്ക് അസ്വസ്ഥതകൾ, രോഗങ്ങൾ, മറവി തുടങ്ങിയൊക്കെ നമ്മളെ പിടികൂടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ തന്നെ ഒന്ന് ഒരുക്കിയെടുക്കാനായിട്ട് നമ്മുടെ ഈ സമ്മേളനം നമ്മളെ സഹായിക്കട്ടെ. ഓരോരുത്തരുടെ അനുഭവങ്ങൾ അതിനെ നമ്മളെ സഹായിക്കും. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയുള്ള അനുഭവങ്ങളെല്ലാം മാറ്റി വർദ്ധിപ്പിക്കുന്നതായി തീരട്ടെ. ഇനിയുള്ള അനുഭവങ്ങളും മാറ്റി വർദ്ധിപ്പിച്ച് നമുക്ക് നമ്മുടെ ഈ സ്വർണ്ണ ജൂബിലിയിൽ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ എല്ലാ മംഗളങ്ങളും വിജയങ്ങളും ശാന്തിയും സമാധാനവും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ എന്നെ കൂടെ ഓർക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥന ശ്രീമതി അന്ന സന്ധ്യയെ ഞാൻ ക്ഷണിക്കുന്നു. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. തോമസ് കെ കളമ്പകാട്ട്, തോമസ് പി പാറശ്ശേരി, തോമസ് സെബാസ്റ്റ്യൻ ചുണ്ടക്കാട്ട്, അഗസ്റ്റിൻ കുര്യൻ തടത്തിൽ, ബാബു ബെനഡിക്റ്റ് കരിയപ്പുഴ, ഫാദർ ഗ്രിഗരി ഫ്രാൻസിസ് ഓണകുളം, ശ്രീ വി കെ ഗോപാലകൃഷ്ണൻ. മരണമടഞ്ഞ നമ്മുടെ സഹപാഠികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം. അവരുടെ ആത്മാക്കളുടെ നിത്യശാന്തിക്കായി ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കും. ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം എന്നത് തന്നെ പരസ്പര സ്നേഹം, പരസ്പര സഹായം, പരസ്പര വിശ്വാസം. ആ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം ഈ നാട്ടിൽ കെട്ടിപ്പടുത്ത് നമുക്ക് നമ്മുടെ കൂട്ടായ്മ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ അന്യോന്യം അറിഞ്ഞ് സ്നേഹിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ചെറിയ ലക്ഷ്യം. പിന്നെ പരസ്പരം ആകുന്ന ആളുകൾക്ക് അവരവരുടേതായ സഹായങ്ങൾ, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ അനുസരിച്ച് നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ അതുപോലെ തന്നെ ആരും അറിയാതെ പല സഹായങ്ങളും ഒക്കെ നമ്മൾ
ചെയ്യുന്നുണ്ട്. ആരും പരസ്പരം ഇങ്ങോട്ട് പറയാതെ തന്നെ പലരും ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ആ ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ, ആ മാനുഷിക, നമ്മുടെ ഡോക്ടർ തന്നെ ഇവിടെ എത്രയോ സർജറി പാവപ്പെട്ട ആളുകൾക്ക് ചെയ്തു കൊടുത്തായിട്ടുള്ളവരൊക്കെ എനിക്കറിയാം. അതിനുള്ള പേയ്മെന്റ് പോലും വാങ്ങിക്കാതെ, ഫീസ് പോലും വാങ്ങിക്കാതെ നമ്മുടെ മുഹമ്മദ് ഇസ്മയിൽ. അതുപോലെ തന്നെ എല്ലാവരും ഓരോ വ്യക്തികളെ ഇൻഡിവിജ്വലായിട്ട് എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഓരോ പ്രത്യേകമായ ഓരോ ഗുണത്തിന്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു 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 ഇൻഗ്രീഡിയൻസിന്റെ വ്യക്തിത്വമാണ് എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ വികാരിയച്ഛൻ നമ്മളോടുള്ള ആ സ്നേഹം കൊണ്ടാണ് നമ്മൾ ചെന്ന് വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വരികയും എന്നാൽ അദ്ദേഹത്തിന് പോകണം, കുർബാനയുണ്ട് എന്നൊക്കെ എന്നോട് പറഞ്ഞ്, അപ്പം ഞാൻ പറഞ്ഞ് ദീർഘിപ്പിച്ച് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇതിൽ വന്ന് സംബന്ധിച്ച അച്ഛനെ പ്രത്യേകം ഈ ഞങ്ങൾക്ക് വേണ്ട അനുഗ്രഹ പ്രഭാഷണം തന്ന് ഞങ്ങളുടെ ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുന്നതിനും ഒക്കെ ഞാൻ ചെയ്യുമെന്ന് ഏറ്റതിനുമൊക്കെ പ്രത്യേകം ആദ്യമായിട്ട് തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം നിർത്തുന്നു. നാളെയും നമുക്ക് നല്ല രീതിയിൽ ഈ കൂട്ടായ്മ മുന്നോട്ട് പോയി നല്ല ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിലുള്ള ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഉടലെടുക്കണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ആശംസകൾ നൽകുന്നുണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. അടുത്തത് ഉദ്ഘാടനമാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ വിയാരിയച്ഛനെ പ്രത്യക്ഷ യോഗാധ്യക്ഷൻ ശ്രീ ജോർജ് കുട്ടി, അഡ്വക്കേറ്റ് ജോർജ് കുട്ടിക്ക് ഇന്ന് ആശംസ പ്രസംഗത്തിനായി എത്തിയിരിക്കുന്ന പ്രശസ്തനായ ജോണി ലൂക്കോസ്, വാർത്താ അവതാരകനും ഡയറക്ടറും ആയ വ്യക്തി, ആശംസ പ്രസംഗത്തിനായുള്ള ശ്രീ കെ പി പ്രസന്നകുമാർ, കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ്, സ്നേഹമുള്ള 1976 ബാച്ചിൽപ്പെടുന്ന എല്ലാ സുഹൃത്തുക്കളുടെയും ഈ സംഗമത്തെ അഭിസംബോധന ചെയ്യാൻ എനിക്ക് വളരെ വലിയ സന്തോഷമുണ്ട്. നമുക്കറിയാം, ഈ മീൻ കുഞ്ഞുങ്ങളെ ജലാശയത്തിലേക്ക് വിടുന്നതിന് മുമ്പ് അതിന് കുറച്ചു കാലം ചെറിയ കുളത്തിൽ തീറ്റയൊക്കെ കൊടുത്ത് ഇങ്ങനെ ഒരുക്കി അതൊന്ന് വളർന്ന് വലിയ മീനിൻ്റെ മുന്നിലൊന്നും ചെന്ന് പെടില്ല എന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീൻ വന്നാൽ അവിടുന്ന് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടാൻ അതിന് കഴിയും, പ്രാപ്തിയാകും ആയി എന്ന് കണ്ടു കഴിയുമ്പോഴാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ സാധാരണ ജലാശയത്തിലേക്ക് തുറന്നു വിടാറ്. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും അറിയാം. ഈ മത്സ്യക്കുഞ്ഞുങ്ങളെ ഈ ഹാച്ചറികൾ അല്ലെങ്കിൽ ചെറിയ നഴ്സറികളിലൊക്കെ സൂക്ഷിച്ച് അതിന് തീറ്റയൊക്കെ കൊടുത്ത് അതിനെ വളർത്തി പരുവമാക്കുന്ന, എന്നാൽ വലിയ മീനായിട്ട് അതിനെ ഇറക്കി വിടാനായിട്ടല്ല ഉദ്ദേശം. കുഞ്ഞു മീൻ വലിയ മീനിനെ വായിപ്പെടാതിരിക്കാനുള്ള തന്ത്രങ്ങളൊക്കെ പഠിപ്പിച്ച് അതിനെ ഇറക്കി വിടുന്ന, ജലാശയത്തിലേക്ക് വിടുന്ന ഒരു പ്രക്രിയയാണ് നമ്മുടെ ഈ ഹൈസ്കൂൾ തലത്തിലുള്ള നമ്മുടെ പാഠ്യ പദ്ധതി, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ക്രമീകരണം. സാർ ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്തു, നമ്മൾ വിശാലമായ ലോകത്തേക്ക് 15ാമത്തെ വയസ്സിൽ എത്തിപ്പെട്ടപ്പോൾ അതിനുശേഷം നമ്മൾ രക്ഷപ്പെട്ട് മീനിന്റെ വായിൽപ്പെടാതെ നിങ്ങളെല്ലാവരും വലിയവരായി തിരികെ 50 വർഷത്തിന് ശേഷം ഇവിടെ എത്തുമ്പോഴാണ് അതിന്റെ രസകരമായ കൂടിക്കാഴ്ചകളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുള്ളത്. അതിനിടയിൽ നമ്മുടെ അധ്യക്ഷൻ ജോർജ് കുട്ടി സാർ പറയുകയും ചെയ്തു, കൊച്ചുപള്ളിയിൽ പോയി പ്രാർത്ഥിച്ച കാര്യം. അപ്പോഴെല്ലാവരും ചിരിച്ചു, കാരണം കുടുംബമല്ല കൂടെ ഉള്ളത്, ചിരിച്ചു. എങ്കിലും ആ കുസൃതിത്തരങ്ങളൊക്കെ നമുക്കിപ്പോഴും ഓർക്കാം തീർച്ചയായും. കാരണം അന്ന് ജോർജ് കുട്ടി സാറിന്റെ കാലത്ത് സ്കൂളിൽ ഇതുപോലെ മീറ്റിംഗ് നടക്കുമ്പോൾ ഈ സൈഡിൽ ഇങ്ങനെയുള്ളവർ വേണമെന്ന് ആഗ്രഹം അന്നവർക്കുണ്ടായിരുന്നു. എന്നാ ചെയ്യാനാ, പിന്നെ കിഴക്കോട്ട് നോക്കിയിരിക്കുക എന്നല്ലാതെ വേറെ മാർഗങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അന്നത്തെ സാഹചര്യം അതല്ലേ, 50 വർഷം മുമ്പല്ലേ. എങ്കിലും പിന്നെ കൊച്ചുപള്ളിയാണ് അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ജോർജ് കുട്ടി സാറിനും സാറിന്റെ കൂടെയുള്ള 106 പേരും രക്ഷപ്പെട്ടു. എന്തൊരു പ്രാർത്ഥന! അതുകൊണ്ടായിരിക്കും ആ പള്ളി ഇപ്പോഴും അതുപോലെ തന്നെ ഇരിക്കുന്നത്. ഏതായാലും കൊള്ളാം, നിങ്ങളുടെ ഈ സൗഹൃദത്തിന് ഏറെ സന്തോഷമുണ്ട്. നിങ്ങളുടെ കൂടിവരവിന് വളരെ പ്രസക്തിയുണ്ട്. തീർച്ചയായും 50 വർഷമായ ഒരു ജീവിതത്തിന്റെ പുറകിലേക്ക് നിങ്ങൾ ഈ ഹൈസ്കൂളിലെത്തി 10ാം ക്ലാസ്സിൽ പിരിയുവോളം ഉണ്ടായ സൗഹൃദത്തെയാണ് ഒന്ന് ഉജ്ജ്വലിപ്പിക്കാൻ, കൂട്ടി ഇണക്കാൻ ഒക്കെ ഇവിടെ എത്തിയിരിക്കുന്നത്.
തീർച്ചയായും ആ പഠനകാലം, ബാല്യകാലം അത് വളരെ ശ്രേഷ്ഠമായ ഒന്നാണ്. ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഒരു കാര്യത്തിൽ ഉറപ്പില്ല. കാരണം 1976 10ാം ക്ലാസ് പാസ്സായി പുറത്തു പോയ നിങ്ങൾ ഇന്നിവിടെ ഈ സൗഹൃദം പങ്കുവയ്ക്കാൻ കുടുംബസമേതം ഇവിടെ എത്തി. എന്നാൽ ഇന്ന് പഠിച്ച് ഇവിടുന്ന് പുറത്തിറങ്ങുന്ന ഒരു കുട്ടി 50 വർഷത്തിന് ശേഷം ഈ കലാലയ മുറ്റത്തെത്തില്ല എത്തുമെന്ന് എനിക്ക് തീർത്തും ഉറപ്പില്ല. സാഹചര്യം അങ്ങനെയായിപ്പോയി. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെ കുഞ്ഞുങ്ങളുടെ ശിക്ഷണ രീതിയിലെ എവിടെയാണ് പാളിച്ച എന്ന് എനിക്കിന്ന് പറയാനാവില്ല. എങ്കിലും അവരുടെ പ്രകൃതങ്ങൾ, അവരുടെ ശൈലി, അവരുടെ ജീവിത രീതി ഇതൊക്കെ ഈ സ്കൂൾ മുറ്റത്ത് തന്നെ എല്ലാ ദിവസവും കാണുന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് 50 വർഷത്തിന് ശേഷം ഈ വർഷം ഇവിടുന്ന് 10ാം ക്ലാസ്സോ 12ാം ക്ലാസ്സോ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരു കുഞ്ഞ് നിങ്ങളെ പോലെ ഇവിടെ ഒത്തുചേരും എന്ന് ഉറപ്പിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഒരു പക്ഷെ അന്നൊന്നും നമ്മളൊന്നും ഈ ഭൂമുഖത്തുണ്ടാവില്ല. ആ കുട്ടികൾ അതുപോലെ ഒരു മാനസിക ഭാവം സ്വീകരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങളുടെ ഒത്തുചേരലുകളുടെ വില എത്ര വലുതാണ് എന്ന് നമുക്ക് ബോധ്യമാകും. കാരണം അക്കാലത്ത് നിങ്ങളുടെ സൗഹൃദം, സ്നേഹം, ഇഴയെടുപ്പം എത്ര വലുതായിരുന്നുവെന്ന് ഇന്നത്തെ ഈ കൂടിവരവ് തന്നെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകളും ഭാവുകങ്ങളും നേരുകയാണ്. നിങ്ങളുടെ വാച്ച 106 പേരിൽ വളരെ കുറച്ച് പേരെ മാത്രമേ ട്രേസ് ചെയ്യാനായിട്ട് കഴിയാതെ പോയുള്ളൂ. അതും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എന്നതും വളരെ പ്രത്യേകതയുള്ള ഒന്നാണ്. അങ്ങനെ നിങ്ങൾ ഈ കൂടിവരവ്, ഇടയ്ക്കുള്ള നിങ്ങളുടെ ഉല്ലാസയാത്രകൾ, അതിലൂടെ നിങ്ങളുടെ വ്യക്തി ജീവിതത്തെ കൂടുതൽ അറിയാൻ കഴിഞ്ഞ സാഹചര്യങ്ങൾ എല്ലാം വളരെ നിമിത്തമാണ് ഇന്നിവിടെ ഒത്തുകൂടാനായിട്ടുണ്ടായ ഈ സാഹചര്യത്തിൽ. അതുകൊണ്ട് ഇന്ന് ഇവിടെ ഈ കൂടി ഇന്ന് നോട്ടീസിന്റെ സമാപനത്തിലേക്ക് വരുമ്പോൾ നിങ്ങളിത് പോകാൻ പ്ലാനില്ലാത്തതുപോലെയാണ്. കാരണം 2:30-ക്കൊക്കെ ഗാനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഇന്ന് ഇവിടെ പോകണമെന്നില്ലാത്തതുപോലെയാണ് സമയക്രമീകരണങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. പക്ഷെ എനിക്ക് കുർബാന കഴിയുന്ന ആദ്യ കുർബാന സ്വീകരിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കന്മാർ വരണമെന്ന് 2 ഞായറാഴ്ച വിളിച്ചറിയിച്ച് പോരുന്ന ഇന്ന് അവരവിടെ വന്നിരിക്കും. അപ്പൊ ഞാൻ ചെന്നവരോട് 1-2 കാര്യങ്ങൾ പറയണം. അതുകൊണ്ടാണ് എനിക്കൊന്ന് പോകണമെന്ന് സാറിനോട് പറഞ്ഞത്. സാർ 10 മണിക്ക് പറഞ്ഞതുകൊണ്ട് ഞാൻ വന്ന് അത് തീർത്തിട്ട് അവിടേക്ക് പോകാമെന്ന് കരുതിയ ആളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കൂടിവരവിന്റെ എല്ലാ സന്തോഷത്തിനും മാറ്റുകൂടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ഈശ്വരൻ നിങ്ങളെല്ലാവരും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ വളരെ പ്രശസ്തമായ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികളാണ്. നിങ്ങളുടെ മുഖം ഇന്ന് വളരെ പ്രസന്നമാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ മുഖമെല്ലാം ഇന്ന് പ്രസന്നമാണ്. കാരണം നിങ്ങൾ വിജയിയായി വന്ന വ്യക്തികളാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ബൈബിളിൽ 126-ാമത് സങ്കീർത്തനം 151 അതില് 126-ാമത്തെ ഒരു സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനത്തിന്റെ 9-ാമത്തെ വചനത്തിൽ കാണുന്നത് ഇപ്രകാരമാണ്. ഒരു കർഷകൻ അയാൾ വിത്തുകുട്ടയുമായി വിതയ്ക്കാൻ പോകുമ്പോൾ മാനസികമായ ഭാരത്തിലാണ്, വളരെ വേദനയിലാണ്. കാരണം ഈ കൃഷി ചെയ്ത് അത് വിജയിച്ച് അത് കൊയ്ത് പണമാക്കാൻ പറ്റുമോ എന്നൊന്നും അറിയാതെ അദ്ദേഹം ഇങ്ങനെ ആകെ ആകുലതയിലാണ്, വളരെ അസ്വസ്ഥനാണ്. വിത്തുകുട്ടയുമായി പോകുന്ന കർഷകനെ അങ്ങനെയാണ് അവിടെ സങ്കീർത്തകൻ വരച്ചു കാട്ടുന്നത്. അതിനുശേഷം അടുത്ത വചനത്തിൽ പറയുന്നു, അങ്ങനെയുള്ള കർഷകനെ കറ്റ ചുമന്ന് ആഹ്ലാദത്തോടെ വീട്ടുമുറ്റത്തേക്ക് ഞാൻ കൊണ്ടുവരും എന്നാണ് അടുത്ത വചനം. അപ്പൊ ഇന്ന് നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ 15-ാമത്തെ വയസ്സിൽ ഇവിടെ നിന്ന് നിങ്ങൾ അടുത്ത തലത്തിലേക്ക് പോയപ്പോൾ ആകെ ആകുലതകളോടെ എന്ത് ചെയ്യുമെന്നറിയാതെ വിഷാദഭാവത്തോടെ വിഷമിച്ച് ഈ വിത്തുകുട്ടയെ ചുമന്നുകൊണ്ട് പോയവരാണ്. പക്ഷെ ഇന്ന് നിങ്ങളെ ദൈവം കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് കറ്റ ചുമന്ന് ആഹ്ലാദത്തോടെ എത്തിയിരിക്കുന്ന ഒരു കർഷകനെ പോലെയാണ്. അപ്പൊ ആ ആഹ്ലാദം നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് വളരെ സ്പഷ്ടമാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ. ഈ ആഹ്ലാദത്തിന് ദൈവത്തിന് നന്ദി പറയാൻ നമുക്ക് കഴിയണം. ഈശ്വരൻ തന്ന അനുഗ്രഹങ്ങളിലൂടെ പക്വമായ രീതിയിൽ സഞ്ചരിച്ചതിനാലാണ് നിങ്ങളെ ഈ വിജയം തേടിയെത്തിയത്. ഇന്നത്തെ തലമുറയ്ക്ക് അങ്ങനെ പക്വമായ ഒരു സഞ്ചാരം ജീവിതപാതയിൽ ഉണ്ടോ എന്ന് ഞാൻ വളരെ വലിയ രീതിയിൽ സംശയിക്കുന്നതിനാൽ അതുകൊണ്ടാണ് പരാമർശിച്ചത്.
ഇനി 50 വർഷം കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ നമ്മുടെ കലാലയ മറ്റത്ത് എത്തുമോ എന്ന് ഉറപ്പിക്കാൻ ഞാൻ ആളല്ല എന്ന് പറഞ്ഞത് അതുകൊണ്ട് കൂടിയാണ്. പ്രിയപ്പെട്ടവര്, നിങ്ങളുടെ സഞ്ചാര പദത്തിൽ വഴികളിൽ ദൈവം നിറവായ നന്മ നിങ്ങൾക്ക് നൽകി. നിങ്ങളത് സ്വീകരിച്ചു. നിങ്ങളെ ദൈവം വാനോളം ഉയർത്തി പുകഴ്ത്തി. ദൈവസമക്ഷം നമുക്ക് നന്ദിയുള്ളവരാവാം. അങ്ങനെ ആഹ്ലാദത്തോടെ കറ്റ ചുമന്ന് വീട്ടിലേക്ക് വരുന്ന കർഷകന്റെ മുഖം ഇന്ന് നിങ്ങളുടെ മുൻപിൽ അതിലൊരാളാണെങ്കിൽ അതിന് ദൈവത്തെ സ്തുതിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഈശ്വരൻ നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാ വിജയങ്ങളും ഈ ദിനത്തിന്റെ എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയും ചെയ്യും. നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഈ നമ്മുടെ വികാരിയച്ഛന് നമ്മൾ തയ്യാറാക്കിയ മോഹൻ്റെ മനോരമ ന്യൂസ് ചാനലിലേക്ക് ശ്രീ ജോണി ലൂക്കോസ് കൈമാറുന്നതാണ്. അതിരപ്പുഴക്കാരെ പിന്നെ ജോണി ലൂക്കോസിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. ഈ അതിരമ്പുഴ സ്കൂളിൽ തന്നെ പഠിച്ച് നമ്മുടെ നാട്ടുകാരനാണ്. അത് മാത്രമല്ല, ഇത്രയും ഇപ്പം എറണാകുളത്താണ് താമസിക്കുന്നത്. ഇത്രയും ദൂരം ഈ നമ്മളോട് സംസാരിക്കാനായിട്ട് ഇത്രയും ദൂരം ഇവിടെ വരുന്നത് ഇവിടെ എത്രമാത്രം നന്ദി പറഞ്ഞാൽ, ഈ തിരക്കിനിടയിൽ എത്രമാത്രം നന്ദി പറഞ്ഞാലും മതിയാവില്ല. നമുക്ക് ആശംസകൾ അർപ്പിക്കാനായിട്ട് ജോണിയെ ക്ഷണിക്കുകയാണ്. എനിക്ക് വളരെ വളരെ പരിചിതരായിട്ടുള്ള ആളുകളാണ്. എൻ്റെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന് പറയുന്ന ആളുകളാണ് ഒരുപാട് പേരുള്ളത്. സാബു വന്നില്ല, സാബു ഇതുവരെ എത്തി. ഞാൻ ശരിക്കും ഈ രംഗത്ത് നമുക്ക് പ്രായമായില്ല എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് നിങ്ങൾ ഈ 50 വർഷം തികഞ്ഞ 76 ബാച്ച് SSLC-ക്കാർ ഒന്നു ചേർന്നിട്ട് അതിനു മുമ്പ് SSLC പാസ്സായ ആളാണ് ഞാനന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഞാൻ വന്നു എന്ന് പറയുന്നത് ഇവിടെ ജോർജ് കുട്ടി എൻ്റെ ഒരു ബന്ധു കൂടിയാണ്. സോമനാണെങ്കിൽ സോമൻ കല്യാണം കഴിച്ചത് എൻ്റെ വളരെ അടുത്ത ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ പെങ്ങളെയാണ്. അത് വെണ്ണിക്കുളം പോലെ ഒരു സ്ഥലത്തു നിന്നാണ്. നമ്മുടെ അതിരമ്പുഴയിൽ അങ്ങനെ ഒരു ബന്ധത്തിനുള്ള സാധ്യത തീരെയില്ല. അങ്ങനെ ഇരിക്കുകയാണ് വെണ്ണിക്കുളത്തു നിന്ന് സോമനൊരു ബന്ധം വരുന്നത്. അതിൽ എനിക്കും ഒരു പങ്കുണ്ട്. അതിൻ്റെ വൈരാഗ്യം സോമൻ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് സോമൻ ഇങ്ങനെ എന്നെ നിർബന്ധിച്ച് കൊണ്ടുവന്നത്. ഒരുപക്ഷെ വിനുവിനും ഉണ്ടാവാം, വിനു അത് പറയുന്നില്ല എന്നേ ഉള്ളൂ. ഇങ്ങനെ 50 വർഷം കഴിഞ്ഞിട്ട് കൂടുമ്പോൾ ഞാൻ തൊട്ട് മുമ്പത്തെ ബാച്ചാണ് 75 SSLC ബാച്ചിലാണ് ഞാനിവിടെ പഠിച്ചത്. അപ്പോൾ 50 വർഷം കഴിഞ്ഞ് നിങ്ങളിങ്ങനെ ചേരുമ്പം ഈ പുതിയ കാലത്ത് വന്ന മാറ്റങ്ങളെല്ലാം പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു പോരായ സദസ്സിൻ്റെ ഒരു നിഷ്കളങ്കത പോലെ നമുക്ക് തോന്നും. ഒന്നിച്ച് ചേരുമ്പോൾ എത്ര കാലം കഴിഞ്ഞാണ് കാണുന്നെങ്കിൽ പോലും ഒരുപക്ഷെ നമ്മൾ പറഞ്ഞു നിർത്തിയ ഒരു കഥ അവിടെ നിന്ന് വീണ്ടും തുടരുന്നത് പോലത്തെ ഒരു സ്വാഭാവികത, ഒരു ഒഴുക്ക്, ഒരു ഇഴയെടുപ്പം, ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ ഒന്ന് തെറി വിളിക്കാൻ പോലുള്ള സ്വാതന്ത്ര്യം, അതൊക്കെ തോന്നുന്നത് ഈ പഴയ കൂട്ടുകാരെ ഒന്നിച്ച് ചേരുമ്പോഴാണ്. പിന്നീട് നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിലൊക്കെ നമുക്ക് എത്ര സുഹൃത്തുക്കൾ ഉണ്ടായി എന്ന് പറഞ്ഞാലും അവരുടെ അടുത്ത് ഇത്തരമൊരു സ്വാതന്ത്ര്യം നമുക്കുണ്ടാവുക എന്നത് പുതിയ കാലത്ത് അത്ര എളുപ്പമല്ല. ഒരുപക്ഷെ അങ്ങനെ നമുക്കത് വിശ്വസിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ 50 വർഷം കഴിഞ്ഞ് നമുക്കൊക്കെ ഇപ്പോൾ 65 വയസ്സ് 66 വയസ്സ് അതിൽ ആ ഒരു പ്രായത്തിലേക്കായെങ്കിൽ ആ പ്രായത്തെക്കുറിച്ചുള്ള സങ്കല്പം തന്നെ എത്രയോ മാറിയെന്ന് നമുക്ക് ആ പ്രായമാകുമ്പോഴാണ് കൂടുതലായി തിരിച്ചറിയുന്നത്. NS മാധവൻ്റെ ഒരു കഥയിൽ പറയുന്നുണ്ട്, അച്ഛൻ അന്ന് എത്ര ചെറുപ്പമായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ എനിക്ക് അച്ഛൻ്റെ പ്രായമാകേണ്ടി വന്നുവെന്ന്. ഇപ്പം നമുക്ക് ആ അച്ഛൻ്റെ പ്രായമാകാതെ തന്നെ അത് മനസ്സിലാകേണ്ട ഒരു കാലമാണ്. നമ്മൾ 50 വയസ്സ് അല്ല 60 വയസ്സ് എന്നൊക്കെ പറയുന്നത്
ഒരു തരത്തിലും നമുക്ക് പഴയ സങ്കല്പം അനുസരിച്ച് പണ്ടൊക്കെ ഒരു വാർദ്ധക്യം എന്നൊക്കെ പറയുന്നത് തന്നെ 50 വയസ്സ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയായിരുന്നു നമ്മുടെ ഒരു പഴയ സങ്കല്പം. ഒരു മനസ്സിന് ചില ആളുകൾ പറയും പ്രായമായില്ല എന്ന് പറയാനായിട്ട്, ഞാൻ ഇത്ര വയസ്സൊക്കെ ആയെങ്കിലും എൻ്റെ മനസ്സിന് പ്രായമായില്ല എന്ന് പറയും. ഈ മനസ്സിന് പ്രായമായി എന്നതുകൊണ്ട് എന്താണ് കുഴപ്പമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. മനസ്സിനും പ്രായമാവുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ എപ്പോഴും ഒരുപക്ഷെ നമ്മളുടെ വിവേകം, നമ്മളുടെ അനുഭവങ്ങൾ, നമുക്കുള്ള പേടി, ഇതൊക്കെയാണ് ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിച്ച് നിർത്തുന്നത്. ചില ആൾക്ക് പേടിയില്ല എന്നൊക്കെ പറയും. എനിക്ക് അവരെ പേടിയാണ്. കാരണം എത്രയോ കാര്യങ്ങളിൽ നിന്നാണ് ഞാൻ എൻ്റെ പേടി കൊണ്ട് രക്ഷപ്പെട്ടിരിക്കുന്നത്. പേടിയില്ലാത്തവരെന്ന് പറയുന്നവരെ ശരിക്കും എനിക്ക് പേടിയാണ്. അത്തരം ജീവിതാനുഭവങ്ങളെല്ലാം നമുക്ക് വന്ന് നമുക്ക് കുറച്ചും കൂടെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരു അനുഭവ സഞ്ചയം ഉണ്ടെങ്കിൽ അതുണ്ട് എന്ന് പറയുന്നത് മനസ്സിനും പ്രായമായി എന്നുള്ളതാണ്. അതുകൊണ്ട് മനസ്സിന് പ്രായമായി എന്ന് പറയുന്നതിൽ ഒരു അപാകതയും ഞാൻ കാണുന്നില്ല. ഈ അതിരമ്പുഴ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മളെന്നാലും ഈ സമയത്തെ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും ദാരിദ്ര്യത്തിൻ്റെ കാര്യമൊക്കെ പറയും. ആത്മകഥ എഴുതുന്ന ആളുകൾ എപ്പോഴും വളരെ ഗ്ലാമറൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട് അന്നത്തെ കാലത്തെ ദാരിദ്ര്യമൊക്കെ. ഇപ്പോൾ ശ്രീനിവാസൻ പറയുന്നത് പോലെ ഒരു ആത്മകഥ എഴുതേണ്ടി വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ജീവിതം കുറച്ചുകൂടെ സംഭവബഹുലമാക്കാമായിരുന്നു എന്ന് പലർക്കും തോന്നും. പക്ഷെ അന്നൊക്കെ ഏതാണ്ട് എല്ലാവരുടെയും സാഹചര്യം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു എന്നതാണ്. നമ്മളതിന് കുറച്ചിലൊക്കെ ഉണ്ടെങ്കിലും ഒരുപാട് ഇല്ലായ്മകളൊക്കെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഒരുപാട് പറയുന്നതിലും എഴുതുന്നതിലും ഒന്നും ഒരു രസമില്ല എന്ന് തന്നെ തോന്നിയിട്ടുണ്ട്. ഞാൻ തന്നെ ഓർക്കുന്നുണ്ട്, ഞാൻ SSLC പാസ്സായതിന് ശേഷം കോളേജിൽ മാന്നാനത്ത് ചേരാൻ പോയപ്പോൾ 75 കഴിഞ്ഞ് അന്നത്തെ കാലത്ത് SSLCക്ക് ഫസ്റ്റ് ക്ലാസ് എന്നൊക്കെ പറയുന്നത് അത്ര സാധാരണമല്ലാത്തത് കൊണ്ട് അത് കിട്ടിക്കഴിഞ്ഞ് ഇവിടെ വന്ന് നമ്മൾ ഈ സമുദായം മുന്നോക്ക സമുദായം തന്നെ ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് തരത്തിലുള്ള ഇളവുകളൊന്നും കിട്ടില്ല. പക്ഷെ മാന്നാനം കോളേജിൽ ചെന്നപ്പോഴാണെന്ന് അറിയുന്നത് അങ്ങനെ കുമാരപിള്ള കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ്റെ ചില ആനുകൂല്യങ്ങൾ മുന്നോക്ക സമുദായത്തിലും നല്ല മാർക്കുള്ള കുട്ടികൾക്കുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു സൂപ്രണ്ട് അത് പറഞ്ഞു തന്നപ്പം എനിക്ക് നമ്മൾ കഷ്ടപ്പെട്ട് സ്വരുക്കൂട്ടി കൊണ്ടുപോയ പൈസ അവിടെ ഈ ഫീസ് ഇനത്തിൽ അടയ്ക്കേണ്ടി വന്നില്ല. അന്ന് വളരെ കുറച്ച് പൈസ ആവശ്യം വന്നു ഡിഗ്രിക്ക് ചേരാൻ ചെന്നപ്പോൾ. അന്ന് തിരിച്ചു പോന്ന് അതിരമ്പുഴ ചന്തയിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം സാധിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത്. അതെന്തായിരുന്നു എന്ന് വെച്ചാൽ ഒരു റേഡിയോ വാങ്ങിക്കാനുള്ളതായിരുന്നു, ഒരു ട്രാൻസിസ്റ്റർ റേഡിയോ. അത് പിന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കൂട്ടാളിയായി. എന്നും എപ്പോഴും പഠിക്കുന്ന സമയത്ത് പോലും പാട്ട് കേട്ടുകൊണ്ടാണ് പഠിക്കുക. അത് എൻ്റെ ജീവിതത്തിൽ എനിക്കറിയില്ല എത്രത്തോളം സ്വാധീനിച്ചെന്ന്. അന്ന് അത് കഴിഞ്ഞത് ഞാൻ പറയുകയാണ്, അന്ന് ആ ഫീസ് ഇളവ് എനിക്ക് കിട്ടിയത് കൊണ്ട് മാത്രമാണ്. പിന്നെ ഇവിടെ പഠിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ പറയില്ല, നമ്മൾ ബെർത്തുണ്ട് ഡെത്തുണ്ട്, അത് രണ്ടും സുനിശ്ചിതമായ കാര്യങ്ങളാണെങ്കിലും അതിനിടയ്ക്ക് ആ ബിക്കും ഡിക്കും ഇടയ്ക്ക് ഒരു സി ഉണ്ട്. ആ സി എന്ന് പറയുന്നത് ശരിക്കും നമ്മളുടെ ഒരു ചോയ്സാണ്. ആ ചോയ്സ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് അങ്ങനെ നമ്മളുടെ ഒരു ചോയ്സ് നിർണ്ണയിക്കാനോ തീരുമാനിക്കാനൊന്നും കഴിയില്ല. പ്രത്യേകിച്ചും അന്നത്തെ അവസ്ഥയിൽ നമുക്ക് എന്താണ് ഏറ്റവും ഇഷ്ടം, എനിക്ക് എന്താണ് വഴങ്ങുക, അതൊന്നും നമുക്ക് തന്നെ തീരുമാനിക്കാൻ കഴിയുന്ന ഒരവസ്ഥയില്ല. കൂടുതൽ ആളുകൾ ആരെങ്കിലും പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ ഒരു പ്രമാണികൾ മുമ്പ് പഠിച്ചിട്ടുള്ളവരോ നമ്മുടെ അധ്യാപകരോ മാതാപിതാക്കളോ ഒക്കെ പറയുന്നതനുസരിച്ചാണ് നമ്മൾ തീരുമാനിക്കുക. അപ്പോൾ അത് ആ ചോയ്സ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ പറയില്ല, ഒരു സാധാരണ ഈ മനുഷ്യരല്ലാത്ത എല്ലാവരുടെയും കാര്യത്തിൽ ബീയിങ് എന്ന് നമ്മൾ പറയും. അതാണ് ആയിരിക്കലാണ്, BIING എന്ന് പറയുന്നത് ആയിരിക്കലാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ബിക്കമിങ് ആണ്, ആയിത്തീരലാണ്. ഈ ബീയിങ് നമ്മൾ ആയിരിക്കുന്നതും ഈ ആയിത്തീരൽ എന്ന് പറയുന്ന ബിക്കമിങ് ഉണ്ടല്ലേ, ആ ബിക്കമിങ് എന്ന് പറയുന്നത് നിർണ്ണയിക്കുന്നത് നമ്മളുടെ തിരഞ്ഞെടുപ്പാണ്. ആ തിരഞ്ഞെടുപ്പ് പലപ്പോഴും പല ആളുകൾക്കും തെറ്റിപ്പോകും. എൻ്റെ കാര്യത്തിലും ഇപ്പോൾ SSLCക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയതുകൊണ്ട് അന്നത്തെ കാലത്തെ ഒരു സങ്കല്പം അനുസരിച്ചിട്ട് നമ്മൾ സയൻസ് ഗ്രൂപ്പിന് മാത്രമേ ചേരാൻ പാടുള്ളൂ. ഒന്നുകിൽ നമ്മൾ ഡോക്ടറാവണം അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം, 1ാം ഗ്രൂപ്പ് അല്ലെങ്കിൽ 2ാം ഗ്രൂപ്പ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കുറവ് മാർക്ക് SSLCക്ക് കണക്കിനായിരുന്നു. എന്നിട്ടും എന്നെ കൊണ്ടുപോയി 1ാം ഗ്രൂപ്പിലാണ് ചേർത്തത്. അതിൻ്റെ പ്രധാന കാരണം എനിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു എന്നതാണ്. ഇവിടെ നിന്ന് പഠിക്കുമ്പോൾ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ഉണ്ടായിരുന്നത് ഇംഗ്ലീഷിലാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഈ നാട്ടിൻപുറത്ത്
ജീവിച്ച എനിക്ക് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും ഒരു ഇംഗ്ലീഷ് വാചകം പോലും അറിയില്ല, പറയാൻ കഴിയില്ല. എൻ്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലുമോ അങ്ങനത്തെ ഒരു നല്ല നിലയിൽ ഉദ്യോഗസ്ഥരോ ഇംഗ്ലീഷ് പറയുന്നവരോ ഇംഗ്ലീഷ് പരിചയമുള്ളവരോ ഒന്നുമില്ല. പൂർണ്ണമായും മലയാള മീഡിയത്തിൽ നിന്ന് വന്നതാണ്. എന്നിട്ട് പോലും ആ ഭാഷ പഠിക്കാനുള്ള എന്തോ ഒരു കഴിവുണ്ടായിരുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ മാർക്ക് ഇംഗ്ലീഷിനായിരുന്നു. അതുണ്ടായത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇവിടെ KM ജോൺ കളരിക്കൽ എന്ന് പറയുന്ന സാറുണ്ടായിരുന്നു. കളരിക്കൽ ജോൺ സാർ വളരെ നന്നായി ഇംഗ്ലീഷ്, എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ അസ്ഥിവാരം, ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ആ സാറിൽ നിന്ന് കിട്ടിയ ആ ഇംഗ്ലീഷ് പഠനത്തിൻ്റെ ഒരു പരിശീലനമാണ്. അതങ്ങനെ പഠിച്ച് ഈ ഫസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് 2 വർഷമായപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും ഇതല്ല എൻ്റെ ഭാവി അല്ലെങ്കിൽ എൻ്റെ തട്ടൽ, ഇതെല്ലാം എനിക്ക് മനസ്സിലായി. അപ്പം അന്നും ആളുകളുടെ നമുക്കന്ന് തീരുമാനം സ്വയം എടുക്കാൻ കഴിയുന്ന കാലമല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. എന്നിട്ടും ഒരുപക്ഷെ ഞാൻ ജീവിതത്തിൽ എടുത്ത ഏറ്റവും ബോൾഡായിട്ടുള്ള തീരുമാനമായിരുന്നു ഫസ്റ്റ് ഗ്രൂപ്പ് കഴിഞ്ഞിട്ട് ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ ചേരുള്ളൂ എന്ന് വാശി പിടിച്ചത്. അത് അന്ന് എളുപ്പമായൊരു തീരുമാനമായിരുന്നില്ല. കാരണം അന്ന് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ തരത്തിലുള്ള യാതൊരു ഗ്രാമറും ഒന്നുമില്ല. അന്ന് ഈ മിക്കവാറും തോറ്റു പഠിച്ചൊക്കെ വരുന്ന പെൺകുട്ടികളെ കല്യാണം വരെ പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ലിറ്ററേച്ചർ ക്ലാസ് എന്ന് പറയുന്നത്. അങ്ങനെ വരുന്ന ആളുകൾ വിവാഹം വരെ നിങ്ങൾ പഠിക്കാൻ പോകും എന്നുള്ളവർക്ക് അതിനിടയിൽ വിവാഹം ആലോചിച്ച് കല്യാണം കഴിച്ചുവിടാം എന്നുള്ള ആ തരത്തിലുള്ള അത് കണ്ടിരുന്ന ഒരു സമയത്താണ് ഞാൻ ഇനി ഇംഗ്ലീഷേ പഠിക്കുള്ളൂ എന്നുള്ള ഭാഷയെ പഠിക്കുള്ളൂ എന്നുള്ള തീരുമാനമെടുത്തത്. അങ്ങനെ ആ തീരുമാനമാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എന്നെ രക്ഷിച്ചത് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഞാനൊരു ഗാനം ആലപിക്കുകയാണ്. സോമനും ജോർജും പലരുമുണ്ട്, സ്ത്രീജനങ്ങളിലും വളരെ പേരുണ്ട്. നമ്മുടെ ഇവിടെ ഈശ്വര പ്രാർത്ഥന നടത്തിയ ആളും ഇതിനു മുമ്പ് ഞങ്ങളൊരു ടൂർ പോയിരുന്നു. അതിലൊക്കെ എല്ലാവരും നല്ല കലാപരിപാടികളും അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും അവനവൻ്റെ കഴിവനുസരിച്ച് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു ഗാനം ആലപിക്കുകയാണ്. താങ്ക് യു. കെട്ടിയ മുത്തളിക്കുന്നിൻ താഴയിൽ മൂടൽ മഞ്ഞിൽ പുലർച്ച കെട്ടിയ മുത്തളിക്കുന്നിൻ താഴയിൽ നിത്യകാമുകി നിത്യകാമുകി നിൽക്കുനായി നിശാനി എഴുന്നേറ്റു സഖി എഴുന്നേറ്റു ഏകാന്ത ജാലകം തുറക്കൂ പാരിജാതം തിരുമേനി തുറന്നു പവിഴമുന്തിരി പൂത്തുവിടന്നു മാത്രമെന്തിനുറങ്ങി നിന്റെ സ്വപ്നമദാലസരിദ്രയിൽ നിന്നെ ഉണർത്തും ഗാനവുമാ നിന്റെ സ്വപ്നമദാലസരി
മുന്തിരി പൂത്തു വിടന്നു നീലോൽപ്പലമേ നീ മാത്രമെന്തിനുറങ്ങി. പ്രസന്നകുമാർ സാറിൻ്റെ ആശംസയാണ് സാറിനെ പ്രത്യേകം ക്ഷണിക്കുന്നത്. വളരെ ഹ്രസ്വമായ ഒരു ജീവിതകാലം സ്വയം ഒരു മെഴുകുതിരി പോലെ ഉരുകി തീർന്ന ഒരു വലിയ മനുഷ്യൻ്റെ പേരിലുള്ള വിദ്യാലയമാണിത്. സെയിൻറ്റ് അലോഷ്യസ് ഗോൺസാഗ 23 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചിരുന്നുള്ളൂ. ആ കാലത്ത് തന്നെ അദ്ദേഹം പലവിധ രോഗങ്ങളാൽ പീഡിതനായിരുന്നു. എങ്കിലും തൻ്റെ ജീവിതം തൻ്റെ ചുറ്റിനുമുള്ളവർക്ക് വേണ്ടി സമർപ്പിച്ച് അവസാനം ഒരു വലിയ എപ്പിഡമിക്കിൽപ്പെട്ട ആളുകളെ സഹായിച്ചുകൊണ്ട് ഇരിക്കുന്ന സന്ദർഭത്തിലാണ് സെയിൻറ്റ് അലോഷ്യസ് ലോകത്ത് നിന്ന് മറയുന്നത്. അദ്ദേഹത്തെ ഓർമ്മിക്കുന്നു, നമസ്കരിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷമുള്ള ഒരു സന്ദർഭമാണിത്. എത്രയും യാദൃച്ഛികമായിട്ടാണ് ഞാനിതിലേക്ക് ക്ഷണിക്കപ്പെടുന്നത്. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്, എന്തിനാണ് എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചത്. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ചവര് 2-3 പേര് ഈ സംഗമത്തിൽപ്പെട്ടിട്ടുണ്ട്. അവർ കാരണമാണ് ഇവിടെ ഞാൻ എത്തിയത് എന്നാണ് എൻ്റെ വിചാരം. ജോർജ് കുട്ടി എൻ്റെ ജസ്റ്റ് ജൂനിയറായിട്ട് കോളേജിലുണ്ടായിരുന്ന ആളാണ് എന്ന് തന്നെയല്ല, ഞങ്ങൾ ഒരേ സമയം മാന്നാനം കോളേജിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർമാരായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന് മുൻപ് എൻ്റെ തൊട്ട് മുന്നിലുള്ള ബാച്ചിൽ ആയിരുന്നു ജോണി ലൂക്കോസ്. ജോണി ഇവിടെ പറഞ്ഞതുപോലെ ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് ജോണി തന്നെ അത് പിന്നീട് ഒരു കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. പ്രതിപക്ഷം എന്നത് സൗവർണ പ്രതിപക്ഷം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വെളുപ്പള്ളി പക്ഷേ അപ്പോൾ ഒരു സൗവർണ പ്രതിപക്ഷമായി ഞങ്ങൾ 2 പേര് മാത്രം അങ്ങനെ കോളേജ് യൂണിയനിൽ ഉണ്ടായിരുന്നു. ജോണി എന്ന് സാധാരണമായി പ്രസംഗിക്കുന്ന ഒരാളായിരുന്നു. വളരെ വ്യത്യസ്തമായിട്ട് ഉള്ള മൗലികമായ ചിന്തകളൊക്കെ അദ്ദേഹത്തിൻ്റെ അക്കാലത്തെ പ്രസംഗങ്ങളിൽ വരെ ഉണ്ടായിരുന്നു. അതുപോലെ ഈ ഇവിടെ സെബാസ്റ്റ്യൻ തോമസ് എൻ്റെ കോളേജ് കാലത്തെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ ഇവിടെയുണ്ട്. ഞങ്ങൾ ഉച്ചയ്ക്കൊക്കെ ഉണ്ണാൻ പോകുന്നതൊക്കെ ഞങ്ങൾ ഒന്നിച്ചാണ്. മാന്നാനം കോളേജിൻ്റെ താഴത്തെ ഒരു റബ്ബർ തോട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഉണ്ണുന്നത്. അപ്പം ഉണ്ണുന്ന സമയത്താണ് ഞങ്ങൾ ഈ ലോകത്തെ പല കാര്യങ്ങളും ചർച്ച ചെയ്തിരുന്നത്. സെബാസ്റ്റ്യൻ്റെ ഭാര്യ ലത എൻ്റെ ഇവിടെയുണ്ട്. ഞങ്ങൾ ഈ നിരന്തരമായി സെബാസ്റ്റ്യനുമായി ബന്ധമുണ്ടായ സണ്ണി കുറേ കാലം ബന്ധം കുറഞ്ഞെങ്കിലും അടുത്ത കാലത്ത് അത് വീണ്ടും സണ്ണിയുടെ ഭാര്യ നമ്മളിവിടെ ഈശ്വര പ്രാർത്ഥന നടത്തിയ ഇവരിങ്ങനെയുള്ള പിന്നീട് മറ്റൊരാൾ ഇവിടെ വരാനിരിക്കുന്ന ഒരാൾ സാബു തോമസ്. ഈ സാബു തോമസിനെ ഓർക്കുമ്പോൾ സാബു കോളേജിൽ ഞാനും സാബു 2 പക്ഷത്തു നിന്ന് എഡിറ്റർ സ്ഥാനത്തേക്ക് മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ രസകരമായ സംഗതി, എഡിറ്ററായിട്ട് ജയിച്ചത് ഞാനാണ്, പക്ഷെ പിന്നീട് എഡിറ്ററായിട്ട് തീർന്നത് സാബുവാണ്. അപ്പോൾ ഞാൻ വ്യത്യസ്തമായിട്ടുള്ള ഒരു മേഖലയിൽ ബാങ്കിലേക്ക് പോയി. അതിനൊക്കെ ഒരു കാരണമുണ്ട്, സാമൂഹ്യ കാരണമുണ്ട്. കാരണം അന്ന് വലിയ വിഷമമില്ലാതെ കിട്ടുന്ന ഒരു ജോലി അതായിരുന്നു പൊതുമേഖലാ ബാങ്കുകൾ. അപ്പോൾ ഇന്ദിരാഗാന്ധി ബാങ്കുകളെ നാഷണലൈസ് ചെയ്തതിൻ്റെ ഗുണം അനുഭവിച്ച ഒരു തലമുറയിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ ജോണി പറഞ്ഞതുപോലെ ഇല്ലായ്മകളുടെ വലിയ ഒരു കാലത്ത് നിന്നാണ് ഞാനും വരുന്നത്. അപ്പോൾ അക്കാലത്ത് സ്റ്റേറ്റ് ബാങ്ക് ഗ്രൂപ്പിൽ ഒരു ജോലി കിട്ടണമെങ്കിൽ 20 രൂപയെ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരുന്നുള്ളൂ.
അപ്പോൾ 50-60 രൂപ കൊടുത്താൽ ഒരു ഗൈഡ് കിട്ടും. അന്ന് ഇങ്ങനെയുള്ള ബാങ്കിങ് കോച്ചിങ്ങിനുള്ള സൗകര്യങ്ങളൊന്നും കിട്ടും. അപ്പോൾ അത് പഠിക്കും. അപ്പോൾ 60 മുതൽ 50, 20, 70 രൂപയായി. അങ്ങനെ ടെസ്റ്റ് പാസ്സായി തിരുവനന്തപുരത്ത് പങ്കജ് ഹോട്ടലിൽ ഇൻ്റർവ്യൂ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അവിടെ 30 രൂപയുടെ ഒരു മുറി, വൈകുന്നേരം അവിടെ ചെന്ന് 30 രൂപയുടെ ഒരു മുറി, കോമൺ ബാത്റൂമൊക്കെ ഉള്ള ഒരു വല്ലാത്ത ഒരു എന്താ പറയേണ്ടത്, അതെനിക്ക് ഓർക്കാൻ വയ്യ. ഭീതികരമായിട്ടുള്ള തരത്തിലുള്ള ഒരു ലോഡ്ജ്, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ എന്താണെന്നുള്ളത് അറിയാൻ വയ്യ. അപ്പോൾ എല്ലാം കൂടെ ഒരു 130 രൂപയ്ക്ക് അതും തീർന്നു തിരിച്ച് കോട്ടയത്തെത്താൻ. അങ്ങനെ 200 രൂപയും അന്ന് മെഡിക്കൽ ചെക്കപ്പിന് ഒരു 50 രൂപയും. അപ്പോൾ 280 രൂപയ്ക്കാണ് വലിയ ഒരു ജീവിത ജാലകം അല്ലെങ്കിൽ ഒരു ജീവിത വാതിൽ എനിക്ക് മുന്നിൽ തുറന്നത്. അതിൽ നിന്നാണ് പിന്നെ എല്ലാം സംഭവിക്കുന്നത്. അപ്പം ഞാൻ യാത്ര ചെയ്യുന്ന ആളാണ്, ഒരുപാട് യാത്ര ചെയ്യും. അപ്പോൾ ഈ രസകരമായി ഞാനിപ്പോൾ അനുസ്മരിക്കുമ്പോൾ അത് അധികം സംസാരിക്കില്ല. ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 85 കാലം മുതൽ നിരന്തരമായിട്ട് യാത്ര ചെയ്യുന്നുണ്ട്. ഒരുപാട് മലകൾ കയറുന്നുണ്ട്, ട്രക്കിങ് നടത്തുന്നുണ്ട്. ഹിമാലയ മേഖലകളിൽ ഒരു 10-45 തവണയെങ്കിലും പോയിട്ടുണ്ട്, നടന്നിട്ടുണ്ട്. ഒരുപാട് കാലം നടന്നിട്ടുണ്ട് കൈലാസത്തിൽ, ആദി കൈലാസത്തിൽ. അപ്പോൾ ഞാൻ പക്ഷേ ആദ്യമായിട്ടൊരു തീവണ്ടിയിൽ കയറിയത് ഞാൻ 20ാമത്തെ വയസ്സിലാണ്. അപ്പോൾ ഞാൻ കാലഘട്ടത്തിൻ്റെ ഒരു അവസ്ഥ ആലോചിക്കുകയാണ്. ഞങ്ങൾക്ക് അത്രയ്ക്ക് നമുക്ക് എല്ലാവർക്കും തന്നെ, നമ്മൾ പലർക്കും അത്രയ്ക്കുള്ള ഭാഗ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അത് കോളേജിൽ നിന്ന് ഒരു ക്വിസ് കോമ്പറ്റീഷന് ആകാശവാണിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ട് ഞാനും ഈ സെബാസ്റ്റ്യൻ്റെയൊക്കെ കൂടെ കെമിസ്ട്രി പഠിക്കുന്നത് ജിമ്മി ജോർജും ഞങ്ങൾ ട്രെയിനിൽ കയറി തിരുവനന്തപുരത്തിന് പോകുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ആ 3rd ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് തീവണ്ടിയിൽ കയറുന്നത്. എനിക്കത് ഇപ്പോഴും ഓർക്കുമ്പോൾ ഒരു അത്ഭുതം തോന്നാറുണ്ട്. അതിനുശേഷമാണ് ഒരുപാട് യാത്രകൾ. കാരണം ആ കാലഘട്ടം അങ്ങനെയായിരുന്നു, ഒരുപാട് ഇല്ലായ്മകളുടെ കാലം. ഇപ്പോൾ ജോണിയുടെ റേഡിയോ വാങ്ങിച്ച കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പകാലം മുഴുവൻ കുടമാളൂരായിരുന്നു. അപ്പോൾ കുടമാളൂർ ഒരു പഴയ നാലുകെട്ടിൻ്റെ ഒരു നാലുകെട്ടിലായിരുന്നു എൻ്റെ അച്ഛൻ്റെയൊക്കെ വീട്. അപ്പോൾ അവിടെ റേഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഓർമ്മ, അന്ന് വെള്ളിയാഴ്ച ദിവസം രഞ്ജിനി നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാൻ വേണ്ടി ഈ വീടിൻ്റെ തെക്ക് ചെറിയൊരു വരാന്തയുണ്ട്. അപ്പോൾ അവിടെ പോയിരിക്കും. അവിടെ റേഡിയോ ഉണ്ടായിട്ടല്ല, അപ്പുറത്തൊരു വീട്ടിൽ ആ സമയം റേഡിയോ വയ്ക്കും. അപ്പോൾ അത് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ ചെവി വട്ടം പിടിച്ചിങ്ങനെ ഇരിക്കും, അത് കേൾക്കും. അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഞങ്ങളുടെ തെക്കേ പറമ്പ് മഞ്ഞലയിൽ മുങ്ങിച്ച ഒരു മധുമാസ ചന്ദ്രിക ആ പറമ്പിൽ വന്ന് നിറയും. പാരിജാതം തിരുമിഴി തുറക്കും, പുഷ്പവാതകം പുറത്തു വെച്ച് നഗ്നപാതയായി ചക്രവർത്തിനി അകത്തേക്ക് വരും. ഞാൻ ആ കാലങ്ങൾ ഓർക്കുകയാണ്. അതിനു മുൻപ് ദേവിവിലാസം ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴുള്ള ഒരു ഓർമ്മ ഞാൻ ഓർക്കുന്നു. എനിക്കിപ്പോഴും അത് പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. കാരണം സ്കൂളിൻ്റെ മുൻപിൽ ഉച്ചയ്ക്ക് ഐസ്ക്രീം പെട്ടി വരും സൈക്കിളിൽ. അപ്പോൾ ഇത് വലിയൊരു കൗതുകമാണ്. പക്ഷേ ഒരു 10-15 പൈസ കൊടുത്താൽ ഒരു ഐസ്ക്രീം കിട്ടും. പാലൈസ് കിട്ടണമെങ്കിൽ 5 പൈസ കൂടെ കൂടുതൽ കൊടുക്കണമെന്ന് തോന്നുന്നു. പാലൈസ് എന്ന് പറഞ്ഞാൽ കളർക്ക് ഓർമ്മയുണ്ടാവും. ഇത് വാങ്ങിക്കാൻ പൈസയില്ല. ഞാനന്ന് വളരെ ചെറിയ ഒരു കുട്ടിയായിരുന്നു. ഒട്ടും തന്നെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, വലിയ ഇപ്പോൾ ഒന്നും. അപ്പോൾ വളരെ ചെറിയ കുട്ടിയാണ്. അപ്പോൾ ഈ സംക്രാന്തി ഭാഗത്തു നിന്ന് വരുന്നൊരു ജോസഫുണ്ട്. ഈ ജോസഫിൻ്റെ അച്ഛൻ കച്ചവടക്കാരനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ജോസഫ് ഈ കച്ചവടത്തിൻ്റെ അച്ഛൻ്റെ കൂടെയൊക്കെ നിന്നിട്ടാവും ചിലപ്പോഴൊക്കെ ജോസഫിൻ്റെ കയ്യിൽ ചിലപ്പോൾ 50 പൈസയോ എടുത്ത് ചോദിച്ചതൊക്കെ കാണും. അപ്പോൾ ജോസഫ് ഉച്ചയാകുമ്പോൾ ഞാനിങ്ങനെ നോക്കി, ഇങ്ങനെ ഈ ഐസ്ക്രീംകാരനെ നോക്കിയിരിക്കുന്നു. ജോസഫ് ആ പ്രശ്നം വാ എന്ന് പറയും, എൻ്റെ തോളിലേക്ക് പിടിച്ചിട്ട് കൊണ്ടുപോയിട്ട് ആ ബലമായിട്ട് കൊണ്ടുപോവുക. ഈ ഐസ്ക്രീംകാരൻ്റെ അടുത്ത് നിന്ന് ഐസ്ക്രീം എനിക്ക് മേടിച്ചത്. ആ കുളിരും മധുരം ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. പിന്നീട് ഞാൻ കുറേ കാലം കഴിഞ്ഞ് ഞാൻ ജോലിയൊക്കെ കഴിച്ച സമയത്ത് ഞാൻ ഈ ജോസഫിനെ അന്വേഷിച്ച് പല രീതിയിൽ ഞാൻ ഈ സംക്രാന്തിയിൽ ഈ ജോസഫിനെ ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. പക്ഷെ ജോസഫിനെ എനിക്ക് കണ്ടെത്താനായിട്ടില്ല. എന്നെങ്കിലും ഈ ജോസഫിനെ കണ്ടെത്തുകയാണെങ്കിൽ അദ്ദേഹത്തെ ഞാൻ ആ കുളിർ മധുരം കൊണ്ട് ഒരു ഐസ്ക്രീം എന്താണ് ഐസ്ക്രീമിൻ്റെ വലിയ ഒരു പാളി കൊണ്ട് തന്നെ അദ്ദേഹത്തെ
എന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഇല്ലായ്മകളുടെ ഒരുപാട് കാലഘട്ടത്തിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. പക്ഷെ അന്ന് ഉള്ള ഒരു ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ വായനശാലകളുണ്ടായിരുന്നു. ഈ വായനശാലകളിൽ വായിക്കാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. വായനശാലയിൽ ബന്ധപ്പെട്ടിട്ട് നാടകാവതരണങ്ങൾ, ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു, ചർച്ചകളുണ്ട്, അവിടെ ഇരുന്നിട്ട് രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള. അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ജോണിയുടെ അടിയന്തരാവസ്ഥയുടെ കാര്യമൊക്കെ ഓർമ്മിപ്പിച്ചു. അപ്പോൾ ആ കാലഘട്ടങ്ങളൊക്കെ ആ കാലം മുതൽ തന്നെ നമുക്കുള്ളിൽ ഇങ്ങനെയുള്ളൊരു ചിന്താലോകങ്ങൾ തുറന്നു തരാനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഗുണപരമായ ഒരുപാട് കാര്യങ്ങൾ. 70കൾ നമുക്കറിയാം, 70s എന്ന് പറയുന്നത് വലിയൊരു കാലമാണ്. ലോകത്താകെ ഒട്ടനവധി മാറ്റങ്ങൾ സംഭവിച്ച കാലമാണ്. ആധുനികതയുടേതായ വലിയൊരു കാലം. മലയാളത്തിലാണെങ്കിൽ സാഹിത്യത്തിൽ ഈ 60കളുടെ അവസാനം മുതൽ തന്നെ വിജയനും മുകുന്ദനും ചക്കരയും ഒക്കെ ഉൾപ്പെടെയുള്ള കുഞ്ഞബ്ദുള്ളയും ഒക്കെ ഉൾപ്പെടെയുള്ള എഴുത്തുകാരുടെ വലിയ ഒരു പ്രഭാവ കാലഘട്ടം. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് VK-ൻ്റെ ഈ പിതാമഹൻ വായിക്കുന്നത്. ഈ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് മാത്രം. വലിയ ദാരിദ്ര്യത്തിനിടയിലും അച്ഛൻ അത് ഉപേക്ഷിക്കാറുണ്ടായിരുന്നില്ല, അത് വീട്ടിൽ വരും. അപ്പോൾ ആ കാലങ്ങൾ ഞാൻ എത്രമാത്രം ജൈവമായിട്ട് ഇങ്ങനെ ഒരു നമുക്ക് ഈ ഇല്ലായ്മകളും ദാരിദ്ര്യവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് മുന്നോട്ട് കടന്നു പോകാനുള്ള ഒരുപാട് വഴികൾ അല്ലെങ്കിൽ പ്രകാശ സ്ഥലങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അത് ഞാൻ ഓർക്കുന്നു. അതിൽ കൂടിയും അന്നത്തെ സാമൂഹിക സാഹചര്യങ്ങൾ കൂടിയും അപ്പോൾ ഇങ്ങനെ വലിയ ശുപാർശകളൊന്നുമില്ലാതെ ജോലി കിട്ടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നതും ഒക്കെ കൂടിയായിരിക്കാം നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പുതിയ വഴികൾ തുറന്നു തന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ അന്നും എനിക്കിപ്പോഴും ഉള്ളത് അന്നത്തെ ഈ അന്നത്തെ ആ സുഹൃത്തുക്കൾ അവരൊക്കെ തന്നെയാണ് ഇപ്പോഴും എൻ്റെ സുഹൃത്തുക്കൾ. അത് ഈ സതീർത്ഥ്യൻ എന്ന വാക്ക് എന്നുള്ളൊരു വാക്കിന് നമുക്ക് വലിയ അർത്ഥമുണ്ട്. അപ്പോൾ ഈ MT ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്, MT വാസുദേവൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ അന്ന് ക്ലാസ്സിലിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പയ്യൻ ഉയർത്ത് കുളിച്ച് വരുന്നു. അപ്പം അധ്യാപകൻ വാസുദേവൻ നായരോട് പറയുന്നു, വാസു നീ അവന് കുറച്ച് സ്ഥലം കൊടുക്കുക. അവൻ അബൂബക്കർ, അവൻ കല്ലടിക്കോട് കൊന്നു കയറി വിയർത്തൊലിച്ച് വരികയാണ്. നീ അവന് ഇരിക്കാൻ അല്പം കൂടി സ്ഥലം കൊടുക്കുക. അവൻ നിന്റെ സതീർത്ഥ്യനല്ലേ എന്നാണ് അധ്യാപകൻ MTയോട് ചോദിക്കുന്നത്. അപ്പോൾ MT പറയുന്നു, സതീർത്ഥ്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പോഴാണ് എൻ്റെ ഉള്ളിൽ പ്രകാശിച്ചത്. അപ്പോൾ അതേസമയം തന്നെ അധ്യാപകൻ അവിടെ മുമ്പ് പഠിപ്പിച്ച കവിതയുടെ കാര്യവും അദ്ദേഹം ഓർക്കുന്നുണ്ട്. മാറത്തെ വിയർപ്പുകൊള്ളം കൊടുനാറും സതീർത്ഥ്യനെ മാറത്തുമ്മയോട് ചേർത്തു ഗാഠം ഉണർന്നു. അപ്പോൾ ആ വരികളുടെ ഒരു പ്രകാശം എനിക്ക് എപ്പോഴാണ് ബോധ്യപ്പെട്ടത് എന്ന് പറയുന്നു. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വന്നത് ഈ ചങ്ങാത്ത സ്കൂളിൽ ഒന്നിച്ച് സതീർത്ഥ്യൻ എന്നുള്ളത്, സഹപാഠി എന്നുള്ളത്, അത് നമുക്ക് എത്രയോ ഈ സതീർത്ഥ്യന് തമ്മിലുള്ള ഈ സ്ഥാനപരമായിട്ടോ ജീവിതത്തിലെ പിന്നീടുള്ള അവസ്ഥകളൊക്കെ ആയിട്ടൊക്കെ ഒരുപാട് അന്തരമുണ്ടെങ്കിലും ഇപ്പോഴും നമുക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നത് അവരോട് മാത്രമാണ്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, എൻ്റെ ഒരു സഹപാഠിയാണ്. അവൻ ഇപ്പോഴും എന്നെ ഫോണിൽ വിളിക്കുമ്പോൾ അവൻ എന്നെ വിളിക്കുന്നത് നല്ല തെറിയെ വിളിക്കുള്ളൂ. എടാ നീ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഈ ഒരു ഇത് മാത്രം ഒരാഴ്ചയിൽ ഒരു തെറി പറയുകയാണെങ്കിൽ അടുത്ത ആഴ്ചയിൽ വേറെ തെറി കൊണ്ട് എന്നെ വിളിക്കാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിതെല്ലാം നോട്ട് ചെയ്തിടുകയാണ്. അതിൻ്റെ ഒരു ശേഖരം എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. പക്ഷെ അതൊരു സന്തോഷകരമായിട്ടുള്ള ഒരു കേൾവിയാണ്. ആ ഒരു തെറിവാക്ക് പോലും അത് ഈ സുഹൃത്തുക്കൾക്കിടയിൽ അത് സ്നേഹസാന്ദ്രമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവമുള്ളതാണ്. ഒന്നിച്ച് പഠിച്ചവരുടേതായിട്ടുള്ള ആ ലോകം എന്ന് പറയുന്നത് അതൊരു സമത്വത്തിൻ്റെ ലോകം തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ അനുഭവം. നിങ്ങളുടെയും അനുഭവം അതായിരിക്കാം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ കഴിഞ്ഞ ജനുവരിയിൽ ഞങ്ങൾ KE കോളേജിൽ 81 ഡിഗ്രി കഴിഞ്ഞ ഞങ്ങളുടെ BSc ഫിസിക്സ് ബാച്ച് 45 വർഷം കഴിഞ്ഞ് ഞാനും ഈ സണ്ണി ഉൾപ്പെടെയുള്ള ഞങ്ങൾ 1-2 സുഹൃത്തുക്കൾ കൂടി ഒട്ടനവധി പല രീതിയിൽ ശ്രമിച്ച് ഒരു
30 പേരാണ് ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. ഒരാൾ മരിച്ചുപോയി, 29. ഈ 29 പേരിൽ 24 പേരുടെ നമ്പർ ഞങ്ങൾ കളക്ട് ചെയ്യുകയും 21 പേരെ വിളിച്ചു കൂട്ടി ഒരു യോഗം 45 വർഷത്തിന് ശേഷം നടത്തുകയും ചെയ്തു. ഏറ്റവും രസകരമായ കാര്യം നടത്തിയെന്നുള്ളതല്ല, ഈ 45 വർഷത്തിന് ശേഷം രാവിലെ ഈ ജോയിസ് റെസിഡൻസി എന്ന് പറയുന്ന മാമാനത്തെ അവിടെ വെച്ച് കണ്ടുമുട്ടുമ്പോൾ വരുന്നവര് അവർ തമ്മിൽ ഞാനവിടെ ശ്രദ്ധിച്ചത് സംസാരിക്കുക ഇന്നലെ കണ്ടു പിരിഞ്ഞതുപോലെയാണ് സംസാരിക്കുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും രസകരമായ ഒരു സംഗതി. അപ്പൊ ആ ഓർമ്മ ഈ ഭൗതികമായിട്ടുള്ള കാഴ്ച ഒന്നും ഇല്ലായിരുന്നെങ്കിൽ കൂടി ഉള്ളിൽ അവരെല്ലാം ഓരോരുത്തരെയും കൊണ്ടു നടക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് വലിയ ഒരു സംഗതിയാണ്. അപ്പൊ ഈ സതീർത്ഥ്യ ഭാവം എന്നുള്ളത്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ചില ആളുകളെ ഇങ്ങനെ എവിടെയെങ്കിലും ഒക്കെ വെച്ച് കാണുമായിരിക്കും. ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ പ്രതീക്ഷിക്കും, എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ പ്രതീക്ഷിക്കും ഇപ്പം കടന്നു വരുന്ന എൻ്റെ കൂടെ പഠിച്ച ഒരാളായിരിക്കും. ഒരിക്കൽ ഞാൻ ജോലിയെ കണ്ടിട്ടുണ്ട് എയർപോർട്ടിൽ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ വിചാരിക്കും, എവിടുന്നെങ്കിലും ഒരു നോട്ടം നമുക്ക് വരും. ചിലപ്പോൾ നമ്മുടെ ഓർമ്മയിലുള്ള ഒരു പെൺകുട്ടിയുടെ മുഖമായിരിക്കും ഇങ്ങനെ ഓർമ്മയിൽ വരുന്നത്. അത് എന്തെങ്കിലും അവരെ അങ്ങനെ ഒരു അവസരവും ഉണ്ടായിട്ടുണ്ട്. ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് അങ്ങനെ ഒരു പഠിക്കുന്ന കാലത്തെ ഒരു മുഖം പെട്ടെന്ന് എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും അത് ഞങ്ങൾക്ക് ഇരുവർക്കും വലിയ അത്ഭുതകരമായി തീരുകയും ആ ഒരു എന്താണ് അതിൻ്റെ ആ ഒരു അങ്ങനെ അതിൻ്റെ ആകസ്മികതയുടെ അത്ഭുതം അങ്ങനെയൊക്കെ അതൊക്കെ അനുഭവിക്കുക പ്രത്യേകമായ ഒരു അനുഭവമാണ് അത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇത്. ഈ പാരസ്പര്യം നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം ഒരു കാലത്തെയാണ് നമ്മൾ ഉള്ളിലേക്കിയിരിക്കുന്നത്. ആ ഒരു കാലത്തെ പങ്കുവയ്ക്കലാണ്. ആ കാലം ഇല്ലായ്മകളുടേതായിരിക്കാം. ആ കാലം ഇപ്പോൾ ഒരുപാട് പരിണമിച്ചു. ഈ തലമുറയ്ക്ക് ഇപ്പം നമ്മൾ എല്ലാവർക്കും ഒരു ഗുണമുണ്ട്. ഈ മാറി 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 വന്ന പല രീതിയിലുള്ള ജീവിത പരിണാമങ്ങളുമായിട്ട് സമ്മതിക്കാനും അതോടൊക്കെ ഗുണപരമായിട്ട് അതിലിടപെടാനും അതിനെയൊക്കെ ഏറ്റുവാങ്ങാനും ഒക്കെ നമുക്ക് കഴിഞ്ഞു. ഒരു ലാൻഡ് ഫോൺ ഇല്ലാത്ത ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് നമുക്ക് ഏറ്റവും ആധുനികമായ സെൽഫോണിൻ്റെ ഏറ്റവും ആധുനികമായ കാര്യങ്ങൾ വരെ ഉപയോഗിക്കാൻ വളരെ സ്വാഭാവികമായിട്ട് ആരും ഒന്നും പഠിപ്പിക്കാതെ തന്നെ നമുക്ക് ശീലമുണ്ടായിട്ടുണ്ട്. ഞാനൊക്കെ ബാങ്കിൽ ജോലി കയറുന്ന സമയത്ത് ലെഡ്ജറുകളാണ്. എഴുതി കൂട്ടണം, കണക്കുകൾ എഴുതി കൂട്ടണം, പലിശ എഴുതി കൂട്ടണം. ഒരു കാൽക്കുലേറ്റർ തന്നെ വിരളമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്ന് ഇങ്ങനെ കടന്നു വരുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് കാൽക്കുലേറ്ററായി, പലിശ കണക്കൂട്ടാൻ ചില മെഷീൻസായി. ഒരു ദിവസം രാവിലെ പറഞ്ഞു കമ്പ്യൂട്ടറിന് മുമ്പിലേക്ക് ഇരിക്കെ. അപ്പോൾ അന്ന് ഒന്നും അറിയാതെ കമ്പ്യൂട്ടറിന് മുമ്പിലേക്ക് വരുന്നു. പിന്നീട് അത് നമ്മൾ ശീലമാണ്. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളുമായിട്ട് നമുക്ക് അത് ഗുണപരമായിട്ട് ഇടപെടാനും അതിനോട് ചേരാനുമുള്ള എല്ലാത്തിനെയും ഉൾക്കൊള്ളുവാനുമുള്ള ഒരു കഴിവ് ഈ നമ്മൾ ഉൾപ്പെടുന്ന ഈ ഒരു തലമുറയ്ക്ക് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് സംഭവിച്ചിട്ട് നഷ്ടം 70കളിലോ 80കളിലോ നമുക്കുണ്ടായിരുന്ന ജീവിത പാരസ്പര്യം, ഗ്രാമസമൂഹത്തിൻ്റെ ജീവിതഘടനയിലെ പാരസ്പര്യം, സ്നേഹം, അയൽ വീടുകളുമായ ബന്ധങ്ങൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും നമുക്ക് ശൈഥില്യം വന്നിട്ടുണ്ട് എന്ന് നമുക്കെല്ലാം അറിയാം. പഴയതുപോലെ നമുക്ക് വളരെ സ്വതന്ത്രമായിട്ട് അയൽ വീടുകളിൽ പോലും ചെന്ന് കയറാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് നമ്മുടെ സമൂഹം എത്തിപ്പോയി. എങ്ങനെയാണ് അതൊക്കെ സംഭവിച്ചതെന്നുള്ളത് നമ്മൾ വിചാരിക്കേണ്ടതാണ്. അങ്ങനെ ഒരു ഗ്രാമ സമൂഹ ഘടന കേരളത്തിൽ നഷ്ടപ്പെട്ടു പോയി. അതിന് ഒരുപക്ഷെ ഈ വായനശാലകളും മറ്റും ഉൾപ്പെടുന്ന രീതിയിലുള്ള സംസ്കാരത്തിൻ്റെ അഭാവമായിരിക്കാം അതിന് കാരണം. അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയത്തിലും നമ്മുടെ ഈ സാമുദായിക മത മേഖലകളിലും വന്നിട്ടുള്ള ധ്രുവീകരണങ്ങളാവാൻ കാരണം. എന്തായാലും അങ്ങനെയുള്ള ഒരു സ്നേഹപാരസ്പര്യങ്ങളുടെ ആ ഒരു പുരാതന കാലം, ഒരു അതിപുരാതനം എന്നല്ല ഞാൻ പറഞ്ഞത്, ഒരു 70കളിലോ നമ്മുടെയൊക്കെ ആ ചെറുപ്പത്തിൻ്റെതായിട്ടുള്ള ആ ഭൂതകാലം നമുക്ക് ഇന്ന് അനുഭവിക്കാൻ കഴിയുന്നില്ല. അതാണ് അച്ഛൻ ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ കാര്യവും അടുത്ത തലമുറ എങ്ങനെയാണ് ഇതിനെ കൊണ്ടുപോകുന്നത് എന്നുള്ളത്. ഒരുപക്ഷെ അവരതേക്കുറിച്ച് ബോധേടയായിരിക്കണമെന്നില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇനിയും കൂടുതൽ പറയുന്നില്ല. ഞാൻ എന്തായാലും ഇവിടെ വന്നതുകൊണ്ട് ഈ ആകസ്മികമായ ഈ കണ്ടുമുട്ടലുകൾ വരുത്തുന്ന അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ എൻ്റെ ഒരു പ്രവർത്തന മേഖല
എന്നൊന്നും ഞാൻ പറയുന്നില്ലെങ്കിലും സാഹിത്യമാണ് നമ്മുടെ ഒരു ശീലം, വഴക്കം എന്നുള്ളത് കൊണ്ട് ഒരു ചെറിയ കവിത അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് ചൊല്ലിക്കൊണ്ട് ഞാൻ നിർത്താം. വളരെ പെട്ടെന്ന് 3-4 മിനിറ്റ് ആവർത്തിക്കാതെയാണ് വായിക്കുന്നത്. ജലനയന എന്നാണ് എൻ്റെ പേര്. അത് ഞാൻ മുമ്പ് പറഞ്ഞ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലുള്ള ഒരു പഴയ സ്നേഹിതയെ കണ്ടുമുട്ടിയതിന് ശേഷം എനിക്ക് തോന്നിയതാണ്. അപ്പോൾ അങ്ങനെ ആവണമെന്നില്ല. ഇതെപ്പോഴും വേണം സംബന്ധിക്കുക, നമുക്കെല്ലാം എപ്പോഴും പ്രതീക്ഷിക്കുന്ന ഒരു കണ്ടുമുട്ടലിനെ കുറിച്ചാവാം. ജലനയന എന്നാണ് പേര്. ഇത് എൻ്റെ യാത്രകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഞാനിത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹിമാലയം മുതൽ ആ സേതു ഹിമാചലം, കന്യാകുമാരി മുതൽ ഹിമാലയം വരെയുള്ള ചില സൂചനകളും ഇതിലുണ്ട്. വളരെ വേഗം വായിച്ചു നിർത്തിയേക്കാം. ജലനയന. നിറനിലാവിലോ കാറ്റിലോ ഓർമ്മതൻ ഹരിതമേഖലയ്ക്കുള്ളിൽ നിന്നാകുമോ? എവിടെ നിന്നോ നീ എൻ്റെ നേർക്കിപ്പോൾ നിൻ ജലനയനം തുറന്നു നോക്കുന്നുവോ? പടവിലോ വില്വാദ്രിതൻ ആൽമര ഹരിതശീതമാം രാമസവിധത്തിലോ കേദാരഗിരിയിലോ ശൈവംബര ഗഹന ശാന്തം ഹിമവെളിച്ചത്തിലോ അളകതൻ ജലനിറവിലോ മന്ദാകിനി ശൈലപ്രഭാവത്തിൽ നിന്നോ എവിടെ നിന്ന് നീ എൻ്റെ നേർക്കിപ്പോഴും മിഴി തുറക്കുന്നു? ഓർമ്മയായി പെയ്യുന്നു. എവിടെ നിന്നെന്നറിയില്ല, പൊടുന്നനെ നോട്ടമലയടിക്കുന്നു. കാഴ്ചയിൽ മഹിതമം വിവേകാനന്ദ സാഗരം. കവിയുമുണ്ടരികെ തമിഴക പെരുമതൻ അലയാഴി കുമാരീരസന്ധ്യയും. എവിടെ നിന്നാണത് എന്തിനെന്നറിയില്ല, ത്രസിതദീപ്തം നയനശോഭാംബരം. ശശിയുദിക്കുന്ന സാഗരരാത്രിയിൽ കലവിളങ്ങുന്ന മണ്ഡപസന്ധ്യയിൽ അതിരലിയും മഹാകാല സംഗീത തുടിത ജീവിത മൃദംഗതാളങ്ങളിൽ. പ്രിയതരം ഭാവം എങ്കിലും എവിടെയോ കീറിമുറിയുന്നു, ചുട്ടുകൊള്ളുന്നു നിശ്ചയം. നഗരപാതയിൽ വഴിവാണിഭ വിശ്രുതിക്കരികിൽ നിൽക്കവേ പൊടുന്നനെ ആ മിഴി അരികിലെത്തുന്നു. കോപമോ രാഗമോ അറിയുന്നില്ല, അറിയാതിരിക്കലേ ഭംഗിയും. യാത്ര തുടരവേ എപ്പോഴോ ഹൃദയമേത്ത കിരണങ്ങളെത്തുന്നു. മനവും ഓർമ്മയും വിഭ്രാന്തമാകുന്നു. ക്രമബഹുലമീ നിത്യജീവിത വഴിയിലാരിത് പൂർവമാകാമന. ക്രമബഹുലമീ നിത്യജീവിത വഴിയിലാരിത് ഏതപൂർവമാകാമന. നമസ്കാരം. സാറിൻ്റെ ഒരു തിരിഞ്ഞ പോക്ക് നമ്മളെല്ലാം വളരെ കാര്യമായി ചിന്തിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കും. താങ്ക് യു സർ. അടുത്തത് നമ്മുടെ ഈ സ്കൂളിൻ്റെ ഈ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പലായുള്ള ബിരിയു ജോർജ് സാർ നമുക്ക് ഒരു ആശംസ നേരാൻ സാറിനെ പ്രത്യേകം ക്ഷണിക്കുന്നു. 1976 SSLC പൂർത്തിയായി പഠിച്ചിറങ്ങിപ്പോയ നിങ്ങൾ ഏതാണ്ട് 50 വർഷത്തിന് ശേഷം വീണ്ടും ഒത്തുകൂടുന്നു എന്നുള്ളത് വളരെ അപൂർവമായ ഒരു സംഗതിയാണ്. കാരണം 50 വർഷത്തെ ജൂബിലി, ഈ കൂട്ടായ്മയുടെ ജൂബിലി കൂടിയാണ്, ജൂബിലി ഇയറിലാണ് നിങ്ങൾ ഒത്തുകൂടിയിട്ടുള്ളത്. അത് SSLC കഴിഞ്ഞ് പോയവർ, +2 കഴിഞ്ഞ് പോയവരൊക്കെ ഇങ്ങനെ, അല്ലെ LP ക്ലാസ്സുകളിൽ പഠിച്ചു പോയവരൊക്കെ ഇങ്ങനെ മീറ്റിങ്ങുകൾ കൂടാറുണ്ട്. പക്ഷേ ഈ 50 വർഷം, 75 വർഷം അല്ലെ 25 വർഷമൊക്കെ ജൂബിലി ഇയറിൽ പ്രത്യേകമായ ഒരു ഫാമിലി സംഗമം വളരെ മനോഹരമായ രീതിയിൽ നടത്തുക എന്ന് പറയുന്നത് വളരെ പ്രശംസനീയമായ തന്നെ. ഇതിൻ്റെ മുഖ്യ സംഘാടകരെ, പ്രത്യേകിച്ച് ജോലി സാറിനെയും ഇതിൻ്റെ ഈ ടീം അംഗങ്ങളെയും നിങ്ങളെല്ലാവരെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, പ്രശസ്ത കവിയായ ONV കുറുപ്പിൻ്റെ ആ
പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇന്നും നമ്മുടെ എല്ലാം മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഈരടികൾ നിങ്ങൾ മാർഗത്തില്ല. ഒരു വട്ടം കൂടിയ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നെടുക്കുവാൻ മോഹം. തീർച്ചയായിട്ടും ശരിയാണ്. ആ ഒരു മോഹമാണ് നിങ്ങളെ ഇന്നിവിടെ ഈ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചത്. നൊസ്റ്റാൾജിയ, ആ ഒരു മധുര സ്മരണം. 50 വർഷങ്ങൾക്ക് മുമ്പ് അതിരമ്പുഴ സെൻറ് അലോഷ്യസ് ഹൈസ്കൂളിൽ താഴത്തെ ക്ലാസ് മുറികളൊക്കെ ഇന്നും ഉണ്ട്. ആ ചുമരുകൾക്ക് നിങ്ങളെപ്പറ്റി കഥകൾ പറയാനുണ്ട്. ക്ലാസ് മുറികൾക്ക് നിങ്ങളെപ്പറ്റി കഥ പറയാനുണ്ട്. നിങ്ങൾക്കും ധാരാളം ഷെയർ ചെയ്യാനുണ്ട്. നിങ്ങളെ പഠിപ്പിച്ച പ്രിയപ്പെട്ട അധ്യാപകർ ഇന്ന് കുറച്ചുപേർ ജീവിച്ചിരിപ്പുണ്ട്. ജോർജ് സാറും ജേക്കബ് സാറും ചാക്കോ സാറും എല്ലാം നിങ്ങളുടെ മനസ്സിൽ ഒരിക്കലും മായാതെ നിൽക്കുന്ന. ഞാനിപ്പോൾ ജോർജ് സാറിന് ചോദിക്കുക, നിങ്ങളെല്ലാവരും ഷഷ്ടിപൂർത്തിയൊക്കെ ആഘോഷവരാണ്, എല്ലാവരും 60 വയസ്സിന് മുകളിലുള്ളവരാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെയുള്ള മോഹങ്ങൾ, ആ നൊസ്റ്റാൾജിയ, മധുര സ്മരണ, പ്രിയപ്പെട്ട അധ്യാപകരെ കുറിച്ചും ആ ക്ലാസ് മുറികളെ കുറിച്ചുമുള്ള ഓർമ്മകളെല്ലാം ആ ഒരു മോഹമുള്ളത് കൊണ്ടാണ് നിങ്ങളിന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾ പ്രശംസ അറിയിക്കുന്നത്. ഇത്തരം ഒത്തുകൂടലുകൾ, ഒത്തുചേരലുകൾ നല്ലതാണ്. എല്ലാ വർഷവും ഇങ്ങനെ ഒത്തുകൂടണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, തിരക്കുകൾ പിടിച്ച ജീവിതത്തിൽ നിങ്ങളെല്ലാം, ഞാൻ സാറിനോട് ചോദിക്കുകയാണ്, നിങ്ങളെല്ലാം വിവിധ നിലകളിൽ നിന്നും അധ്വാനിച്ച് അല്ലെങ്കിൽ സേവനം അനുഷ്ഠിച്ച ശേഷം വിരമിച്ചവരാണ്. കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടവരുണ്ട്, വിവിധ തൊഴിൽ മേഖലകളിൽ ഏർപ്പെട്ടവരുണ്ട്, വിദേശത്തുള്ളവരുണ്ട്, സ്വദേശത്തുള്ളവരുണ്ട്. അങ്ങനെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്നും അല്പസമയം മാറ്റി വെച്ചിരിക്കുന്നവരാണ്. റിട്ടയർമെൻറ്റ് ജീവിതം ആസ്വദിക്കുന്നവരാണ്. അപ്പോൾ ഈ ജീവിതത്തിനിടയിൽ എത്ര തിരക്ക് പിടിച്ചുള്ള ജീവിതമാണെങ്കിലും എന്തുമാത്രം സ്വത്തുക്കൾ സമ്പാദിച്ചാലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ബാലൻസ് ഷീറ്റിലുള്ളത് ഇങ്ങനെയുള്ള മധുര സ്മരണകളാണ്. ഈ ചെറിയ ജീവിതത്തിൽ, കുഞ്ഞു ജീവിതത്തിൽ ഇങ്ങനെയുള്ള മധുര സ്മരണകളാണ് ബാലൻസ് ഷീറ്റിലാകെ നിൽക്കുന്നത്. ഇങ്ങനെയുള്ള ഒത്തുചേരലുകൾ, കൂടിച്ചേരലുകൾ, ഷെയറിങ്ങാണ്. അതിന് എന്നെ ഇവിടെ ക്ഷണിച്ചതിൽ ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. 3-4 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ജോർജ് സാറിൻ്റെ നേതൃത്വത്തിലൂടെ എത്തിച്ചേരുകയും ഇതിനുവേണ്ടി സ്കൂൾ സൗകര്യങ്ങൾ ഒരുക്കി തരണം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്ത് സൗകര്യങ്ങൾ നിങ്ങൾക്ക് തരാം. കഴിഞ്ഞ വർഷം നമ്മുടെ ഹയർ സെക്കൻഡറിയുടെ 25 വർഷത്തെ ജൂബിലി ആയിരുന്നു. ആ ജൂബിലിയോടനുബന്ധിച്ച് നമ്മൾ നിർമ്മിച്ച ഒരു ഓഡിറ്റോറിയമാണ്. ഇതിൻ്റെ മുമ്പിൽ മനോഹരമായ ഒരു AC ഹാൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജോണി ലൂക്കോ സാറ് ആ AC റൂമിൻ്റെ ഉദ്ഘാടനവും അതിൻ്റെ പ്രഭാഷണ പരമ്പരയൊക്കെ നിർവഹിച്ചാലാണ് ജോണി ലൂക്കോ സാർ. അപ്പോൾ എന്ത് സൗകര്യങ്ങൾ വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാമെന്ന് സാറിനോട് പറഞ്ഞാൽ ഞാനൊന്നും മടിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തുചേരൽ, കൃത്യമായ ഒത്തുചേരലുകൾ നമുക്ക് ആവശ്യമാണ്. അന്നത്തെ അധ്യാപകരും കുട്ടികളും അല്ല ഇന്നത്തെ തലമുറ. നിങ്ങൾക്കറിയാമല്ലോ, അന്ന് ക്ലാസ് മുറികളിൽ ഷെയർ ചെയ്യാനായിട്ട് ബാഗുകളിൽ നെല്ലിക്കയും ചാമ്പങ്ങയും കമ്പിളിനാരങ്ങയൊക്കെ കൊണ്ടുവന്ന സ്ഥാനത്ത് ഇന്ന് കുട്ടികളുടെ ബാഗുകളിൽ പാൻപരാഗം, തുളസിയും അതുപോലെ തന്നെ ലഹരി വസ്തുക്കളൊക്കെയാണ്. അന്നത്തെ പ്രധാന ആയുധം കോമ്പസ് ആയിരുന്നു. ഇന്നതൊക്കെ മാറി കടാരിയും തോക്കുകളും മറ്റു മാരകായുധങ്ങളും ഒക്കെയാണ്. അധ്യാപകരോട് ബഹുമാനം, അധ്യാപകർ ശിക്ഷിച്ചാൽ ഒരു കൈകളോട് തല്ലുകയും മറു കൈകളോട് തലമുടയും ചെയ്യുന്ന അധ്യാപകരാണ് അന്നുണ്ടായിരുന്നത്. പക്ഷെ എത്ര ശിക്ഷിച്ചാലും നമ്മൾക്ക് അവരോട് ഇഷ്ടക്കേടില്ല, സ്നേഹിച്ചിരുന്നു. ആ ഒരു സ്നേഹം നിങ്ങളെല്ലാവരും നന്നായിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്, അധ്യാപകരുടെ സ്നേഹം. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്നത്തെ തലമുറയിൽ അധ്യാപകരോടോ മാതാപിതാക്കളോടോ സമൂഹത്തോടെ യാതൊരുവിധ കമ്മിറ്റ്മെൻറ്റോ അല്ലെങ്കിൽ സ്നേഹമോ ഒന്നുമില്ലാത്ത ഒരു തലമുറയാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ലഹരിക്ക് അഡിക്റ്റ് ആയിട്ടുള്ള, സ്ക്രീൻ അഡിക്ഷൻ ആയിട്ടുള്ള കുട്ടികൾ, അല്ലെങ്കിൽ മാതാപിതാക്കന്മാരുടെ അധ്യാപകരോടോ സമൂഹത്തോടോ പ്രത്യേകിച്ച് കടപ്പാടില്ലാത്തൊരു സമൂഹം. അധ്യാപകരെ കുട്ടികൾ ഒരു കാലത്ത് ഭയന്നിരുന്നുവെങ്കിൽ ഇന്ന് അധ്യാപകർ കുട്ടികളെ ഭയക്കുകയാണ്, മാതാപിതാക്കൾ കുട്ടികളെ ഭയക്കുകയാണ്. ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്തായാലും ഈ 50 വർഷത്തെ കണ്ടക ജൂബിലി, സുവർണ്ണ ജൂബിലി ആഘോഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എല്ലാ ഭാവങ്ങളും നേരുന്നു. ഇനിയും നിങ്ങൾ കൂടണം, അടുത്ത വർഷവും ഒത്തുകൂടണം, എല്ലാ വർഷവും ഒത്തുകൂടുകയും ആ ഒരു സ്നേഹം ഞാൻ ചോദിക്കാറുണ്ട്. 106 പേർ അന്ന് 10ാം ക്ലാസ്സിൽ പാസ്സായതാണ്. അതിൽ 15 പേരോളം സ്വർഗത്തിലേക്ക് യാത്രയായി, ബാക്കിയുള്ളവർ ഇന്നും ഉണ്ട്. അപ്പോൾ എല്ലാ വർഷവും നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം ഇങ്ങനെയുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഇത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ബാലൻസ് ഷീറ്റായിട്ടുള്ളൂ. വേറെ എന്തൊക്കെ വെട്ടിപ്പിടിച്ച് വെച്ചാലും ഓർത്തിരിക്കേണ്ട കാര്യം ഇതൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരു 76 ആഘോഷിച്ച് 1976 ബാച്ചിൻ്റെ ഈ ഒന്നിച്ചുചേരൽ, ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവരും ഭാവങ്ങളും ആശംസിച്ചുകൊണ്ട് എനിക്ക് ഇതുപോലെ അവസരം തന്നതിന് നന്ദി പറഞ്ഞു ഞാൻ വാക്കുകൾ നിർത്തുകയാണ്. സഹപാഠികളുടെ സഹധർമ്മിണികളെ
പ്രിയപ്പെട്ട കൂട്ടുകാരെ, കുറച്ച് പേടിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം മനോഹരങ്ങളായ കുറേ പ്രസംഗങ്ങൾക്ക് ശേഷം എൻ്റെ ഈ വാക്കുകൾ എത്രമാത്രം നന്നാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ജോർജ് കുട്ടി സാർ എനിക്ക് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡോക്ടർ എന്ന നിലയിൽ നിങ്ങൾക്കെല്ലാം കുറച്ച് ആരോഗ്യപരമായ കാര്യങ്ങൾ, നമ്മളെല്ലാം ഒരു 65 വയസ്സായില്ലേ ഇനി, അപ്പം ആരോഗ്യത്തോട് സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയണമെന്നാണ് പറഞ്ഞത്. ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെയും യൂട്യൂബ് ഇഷ്ടംപോലെ എന്നെക്കാളും ചിലപ്പോൾ കൂടുതൽ ആരോഗ്യപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഞാൻ എന്തു പറയാനാണ് എന്ന് ഞാൻ ആദ്യം വിചാരിച്ചു. പക്ഷേ നിങ്ങളോട് സംസാരിക്കാൻ കിട്ടുന്ന ഈ ഒരു അവസരം ഉണ്ടാക്കി തന്ന ജോർജ് കുട്ടിയും എൻ്റെ ബാക്കിയുള്ള സഹപാഠികളോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിന്നിവിടെ കാണേണ്ട ആളല്ല. കാരണം 17, 18, 19 ഞങ്ങളൊരു കോൺഫറൻസ് ഗോഹട്ടിയിൽ നടത്തുകയാണ്, റോബോട്ടിക് സർജറിയുടെ കോൺഫറൻസ്. 2 വർഷം കൂടെ കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഈ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ 50 വർഷം പൂർത്തിയാക്കുകയാണ്. ശരിക്കും ദൈവം വളരെയധികം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്ന ഒരു വ്യക്തിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 76 നമ്മളിവിടെ നിന്ന് പോയി 78 തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസം ആരംഭിക്കുവാനായിട്ട് സാധിച്ചു. അത് തന്നെ ഇപ്പോൾ നമ്മൾ ജോൺ ലൂക്കോസ് പറഞ്ഞതുപോലെ ചോയ്സസ്, നമ്മൾ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ 3rd ഇയർ തന്നെ ഞാനൊരു ചോയ്സ് നിശ്ചയിച്ചിരുന്ന എൻ്റെ മനസ്സിനുള്ളിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, എനിക്കൊരു സർജനാണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ ഏറ്റെടുക്കില്ല. ഈ 2 കാര്യങ്ങൾ ഞാൻ അന്ന് 3rd ഇയറിൽ തന്നെ ഉറപ്പിച്ച കാര്യങ്ങളാണ്. അത് ഗവൺമെൻറ് ജോലി ഏറ്റെടുക്കാൻ പാടില്ല, എടുക്കണ്ട എന്ന് തീരുമാനിച്ചതിൻ്റെ പിന്നിൽ ശരിക്കും അത് എത്രമാത്രം ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നമ്മൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കണമെന്നുണ്ടെങ്കിൽ അതിപ്പോഴും പ്രൈവറ്റ് മേഖലയെ പറ്റുള്ളൂ. പക്ഷെ ഇതൊന്നും എൻ്റെ ഒരു കഴിവാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതെല്ലാം ഇതൊരു നിമിത്തമാണ്. ഞാൻ അച്ഛൻ, നമ്മുടെ ചാലിയച്ഛൻ രാവിലെ പ്രസംഗിച്ചപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, അദ്ദേഹം പറഞ്ഞു വെച്ച ഒരു കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾക്ക് കിട്ടുന്ന ഓരോ അനുഗ്രഹങ്ങളാണ്. ആ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി കാണിക്കണം. നമ്മൾ എങ്ങനെയാണ് നന്ദി കാണിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നമ്മളുടെ അക്കൗണ്ട്, നമ്മളുടെ ഈ മരണശേഷമുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ടുകൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതാണ് നമ്മൾക്ക് ഇഹലോകത്തും നമ്മളുടെ പരലോകത്തും തീർച്ചയായിട്ടും ഗുണമാകുക. അതുപോലെ ഈ യോഗത്തിൽ പങ്കെടുത്ത അലോഷ്യ കൂട്ടായ്മയുടെ എല്ലാവർക്കും, അതുപോലെ തന്നെ അവരുടെ കുടുംബാംഗങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാർത്ത അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പേര് സിറിയക് തോമസ്. എൻ്റെ വീട് ചെറുവാണ്ടൂരാണ്. പാറലിക്കൽ വഴി ആണ് ഞങ്ങൾ അവിടെ നിന്ന് സ്കൂളിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ഞങ്ങൾ 3-4 പേര് ഒരുമിച്ചാണ് വന്നുകൊണ്ടിരുന്നത്. എന്നിട്ട് അങ്ങനെ ഭാഗ്യവശാൽ SLC ഒക്കെ പാസ്സായി ഞാൻ 15 വയസ്സിൽ തന്നെ കേരളം വിട്ടുപോയതാണ്. മധ്യപ്രദേശിലായിരുന്നു ഡിഗ്രിയൊക്കെ എടുത്തത്. അവിടെ തന്നെ എനിക്ക് ബാങ്കിൽ കിട്ടി ഭാഗ്യവശാൽ. നിങ്ങളുടെ എല്ലാം അനുഗ്രഹം കൊണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ എനിക്ക് അവിടെ പോസ്റ്റിംഗ് കിട്ടി. അവിടെ 10 വർഷം സർവീസ് ചെയ്തതിന് ശേഷം 1994 ഞാൻ കേരളത്തിലേക്ക് തിരിച്ചു വന്ന് ട്രാൻസ്ഫർ ആയിട്ട്. പിന്നെ 2021 റിട്ടയറായി. എനിക്ക് 2 മക്കളാണ്. മൂത്തത് പെൺകുട്ടി, ഇളയത് ആൺകുട്ടി. മകളുടെ വിവാഹം കഴിഞ്ഞു. പിന്നെ ഇപ്പം ഞാൻ റിട്ടയറായതിനു ശേഷം ഒരു സുപ്ര പസഫിക് ഫൈനാൻസ് എന്നൊരു സ്ഥാപനത്തിൻ്റെ ഏറ്റുമാനൂരിലെ ബ്രാഞ്ച് മാനേജറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളെല്ലാവരെയും അതിലേക്കും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വാക്ക് നിർത്തുന്നു. BB ദേവസ്യ അല്ലെ ദേവസ്യാത്തിനെന്ന് വിളിക്കപ്പെടും. കൃഷിയാണ് ചെയ്യുന്നത്. 3 മക്കളെ, 2 പേര് നേഴ്സുമാരാണ്. ഒരാൾ കേന്ദ്ര ഗവൺമെൻറ് സർവീസിലും ഒരാൾ സംസ്ഥാന ഗവൺമെൻറ് സർവീസിലും. 3ാമത്തെ ആൾ PSCയുടെ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിലുണ്ട്. ജോലിക്ക് വേണ്ടി താമസിക്കാൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഞങ്ങൾക്ക് 3 മക്കളാണ്. മൂത്ത മോള്, പിന്നെ 2 ആൺപിള്ളേരാണ്. ഒരു ട്വിൻസാണ്.
എല്ലാവരും ഓസ്ട്രേലിയയിലാണ്. എൻ്റെ ഭാര്യ എൽസമ്മ. ഞാൻ മഹിളാ പ്രധാനമായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് ജോർജ് മാത്യു. സിബിയെന്ന് പൊതുവെ എല്ലാവരും വിളിക്കുന്നു. എനിക്ക് അതിരമ്പഴി ബിസിനസ്സാണ്. റൈസ് ഹോൾസെയിലർ. 3 മക്കളാണ്. മൂത്തത് മോനെ, രണ്ടാമത്തെ 2 പെൺകുട്ടികൾ. ഒരു മൂത്തവൻ എഞ്ചിനീയർ, അങ്ങനെ ഇവിടുത്തെ ബിസിനസ്സിന് ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്നു. മോള് US എഞ്ചിനീയറാണ്. 3ാമത്തെ മോൾ പഠിക്കുന്നു. സാബു വീണ്ടും മൊമെൻ്റ് നമ്മുടെ സിബി. ഞാനിവിടെ ചെറുവാണ്ടൂർ നിന്നാണ് ഞാൻ വന്നുകൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ ഫാമിലി ബോംബെയിലാണ്. ഞങ്ങൾ താമസിക്കുന്നത് ബോംബെയിലാണ്. എനിക്കൊരു മോനും ഒരു മോളുമാണുള്ളത്. മോൻ എൻ്റെ കുടുംബത്തിലുണ്ട്. മോള് USA അവിടെ കല്യാണം കഴിഞ്ഞ് അവിടുത്തെ സിറ്റിസണായിട്ട് അവിടെ വസിക്കുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും മോനും കൂടെ ബോംബെയിൽ വസിക്കുന്നു. പിന്നെ ഇപ്പോൾ എൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്ന കുറച്ച് ദൈവ ശുശ്രൂഷയിലാണ്. കോട്ടയോട് ചേർന്ന് ഞങ്ങളുടെ ബോംബെയിലെ താബോർ ആശ്രമം എന്നും പറഞ്ഞൊരു ആശ്രമമുണ്ട്. അവിടുത്തെ ശുശ്രൂഷയിൽ നിലനിൽക്കുന്നു. എല്ലാവരുമായിട്ട് കാണാനും ഒക്കെ സാധിച്ചതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. എൻ്റെ പേര് ജെയിംസ് ജേക്കബ്. വള്ളിയാമ്പൊയ്കയിൽ വെട്ടിമൂളാണ് എൻ്റെ ഇടവക. ഞാൻ അവിടെ നിന്നാണ് വരുന്നത്. നമ്മുടെ കുഞ്ഞാട്ട് സാറ് ഇവിടെ HM സമയത്തായിരുന്നു ഞങ്ങൾ അവിടെ 2-3 ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ വന്ന് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് 3 പെൺമക്കളാണുള്ളത്. മൂത്തയാൾ ടീച്ചറാണ്, അവർ അമ്പൂരിയിലാണ്. 2ാമത്തെ മോള് UK, 3ാമത്തെ മോള് MSW ഫൈനൽ ഇയർ ഇപ്പോൾ ചേർപ്പങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ കൃഷി ഷെയർ മാർക്കറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. എൻ്റെ പേര് അനിൽ നെൽസ് സക്രിയാസ്. ഇത് എൻ്റെ ഭാര്യ സാലിമ ആൻ്റണി. ഞങ്ങൾക്ക് 2 കുട്ടികളാണ്, 2 പെൺമക്കൾ. ഒരാൾ ഏറ്റവും മുനിസിപ്പാലിറ്റിയിൽ എഞ്ചിനീയറായി വർക്ക് ചെയ്യുന്നവരെ കല്യാണം കഴിഞ്ഞു. ഭർത്താവ് ആർക്കിടെക്റ്റാണ്. 2ാമത്തെ ആൾ പട്ടണ ബാങ്കിൻ്റെ അസിസ്റ്റൻറ്റ് മാനേജറാണ്. അവിടെ കല്യാണം കഴിഞ്ഞു. ഹസ്ബൻഡ് മലയാള മനോരമ ഫിനാൻസ് ഓഫീസറാണ്. ഇവിടെ സിവിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ വനം വകുപ്പിൽ സീനിയർ സൂപ്രണ്ട് റിട്ടയർ ചെയ്ത് സ്വസ്ഥമായി വീട്ടിലിരിക്കുന്നു. ഇതാണ് വിശേഷം. ഓക്കെ, താങ്ക് യു. ഞാൻ ജോർജ് കുട്ടി. ഇവിടുന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ് കോളേജിൽ 5 വർഷം ഡിഗ്രി വരെ പഠിച്ചു. അത് കഴിഞ്ഞ് പോലീസിൽ ജോലി കിട്ടി. പോലീസിൽ പോയി. പോലീസിൽ നിന്ന് റിട്ടയറായി. അതിനുശേഷം എനിക്ക് LLB അഡ്മിഷൻ കിട്ടി. ഞാൻ നമ്മുടെ MG യൂണിവേഴ്സിറ്റിയുടെ കണക്കാരിയിലുള്ള CSA ലോ കോളേജിൽ നിന്ന് LLB ഹോണേഴ്സിൽ ഫസ്റ്റ് ക്ലാസ്സിൽ എനിക്ക് ബിരുദം കിട്ടി. ഞാനിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇത് പറഞ്ഞാൽ മതി. എനിക്ക് 2 പിള്ളേരാണ് ഇപ്പോൾ ഉള്ളത്. ഒരു കുട്ടി നേരത്തെ മരിച്ചു പോയിരുന്നു. മൂത്തവന് MCA MPhil ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്നു. മോള് MSc ക്ലിനിക്കൽ ന്യൂട്രീഷൻ ആൻഡ് ഫുഡ് സയൻസ് കോഴ്സ് കഴിഞ്ഞിട്ട് അവൾ ട്രിവാൻഡ്രത്ത് ഒരു ഹോസ്പിറ്റലിൽ ഡയറ്റീഷ്യനായിട്ട് ജോലി ചെയ്യുന്നു. എൻ്റെ റോസ് മാത്യു എന്നാണ്. തുരുത്തേലാണ് വീട്. നമ്മളിപ്പം വണ്ടിപ്രസ്ഥാനമൊക്കെയായിട്ട് നടക്കുമായിരുന്നു. ഇപ്പം സ്വസ്ഥമായി മുന്നിൽ നമുക്ക് നയിക്കുക. അത്രയേ ഉള്ളൂ വിശേഷം. എൻ്റെ പേര് കേവോ ജോസഫ്. അതിരമ്പഴാണ് വീട്. കൃഷിയൊക്കെ ആയിട്ട് ജീവിക്കുന്നു. ഒരു മകനേ ഉള്ളൂ. 2 മക്കളായിരുന്നു. ഒരു മകൻ മരിച്ചുപോയി. മോനിപ്പോൾ ന്യൂസിലാൻഡിൽ ജോലി ചെയ്യുന്നു. താങ്ക് യു ജോർജ് കുട്ടി. ഏറ്റുമാനൂരാണ് വീട്. നേരത്തെ അത് പരിചയപ്പെട്ടതാണ്. നേരത്തെ ടൂറിന് പോയപ്പോൾ. എൻ്റെ പേര് ലൂസി. ഞാൻ റിട്ടയർഡ് ടീച്ചറാണ്. ഞാൻ ഫാമിലി പാറമ്പഴയിൽ നിന്നാണ് റിട്ടയർഡായത്. 2 മക്കളാണ്. മോളെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. മോന് MSc കഴിഞ്ഞ് അവനും ചെറുതായിട്ട് വീട്ടിലായിരുന്നുകൊണ്ട് ജോലിയോടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പോണു ഞങ്ങളുടെ കാര്യം. താങ്ക് യു ജോർജ്.
ഞാൻ ജോഷി തോമസ്. ഞാൻ NIC ടെക്നിക്കൽ ഡയറക്ടറായിട്ട് പറയുന്നു. 2 കുട്ടികൾ, മോൻ ഗൂഗിളിൽ വർക്ക് ചെയ്യുന്നു ബാംഗ്ലൂരിൽ, മോള് വാട്ടർ അതോറിറ്റി. രാജു എന്നാണ് നമ്മളെ. ഞാൻ രാജു എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ലൂക്കോസ് മാത്യു. വീട് കോട്ടമുറിയാണ്. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന കോഴിക്കോട് ജില്ലയിലാണ്. സ്ഥലം മുക്കത്തിനടുത്ത് വേനപ്പാറ. ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ സോമനും തോമസ് സെബാസ്റ്റ്യൻ ഞങ്ങൾ കളരി എല്ലാവർക്കും അറിയാമായിരിക്കും, 10ാം ക്ലാസ് വരെ ഒരുമിച്ചായിരുന്നു. പിന്നെ എനിക്ക് 2 മക്കളാണ്. മൂത്തയാൾ സച്ചിൻ എന്ന് പറയുവാൻ ബാംഗ്ലൂരാണ്, ലോക്കോ പൈലറ്റാണ് റെയിൽവേയിൽ. രണ്ടാമത്തെ ആൾ മോള്, അവൾ കാനഡയിലാണ്. ഞാൻ കാനഡയിലാണ്. ആദ്യമായിട്ടാണ് ഈ കൂട്ടായ്മയിൽ എനിക്ക് വരാൻ സാധിച്ചത്. മുൻപൊക്കെ വരണമെന്നുണ്ടായിരുന്നെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങൾ മൂലം വരാൻ കഴിഞ്ഞില്ല. എൻ്റെ വൈഫ് നിലവിൽ ജീവിച്ചിരിപ്പില്ല. 1 വർഷം മുമ്പ് മരണപ്പെട്ടു. അവരുടെ ആ ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾ കൊണ്ടാണ് എനിക്ക് വരാൻ പറ്റാതിരുന്നത്. അന്ന് പ്രത്യേകിച്ചും ഇവിടെ നമ്മുടെ അലോഷ്യൻസ് കൂട്ടായ്മ വന്ന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ശ്രീ ജോർജുട്ടിയുടെ നേതൃത്വത്തിൽ പ്രത്യേകം നന്ദി. അന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും ഇന്ന് പറയുകയാണ്. കൂടുതലൊന്നും പറയാനില്ല. ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാനും എൻ്റെ പഴയ സുഹൃത്തുക്കളെ നമ്മളെല്ലാവരും ഒരുമിച്ച് കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു. താമസിക്കുന്ന മൂവാറ്റുപുഴയാണ്. എനിക്ക് 3 കുട്ടികളുണ്ട്. എല്ലാവരും ജോലിക്കാരും ആണ്. ഇളയ മോൻ്റെ കൂട്ടത്തിലാണ് ഞാൻ താമസം. അവർ ജനറലിലാണ്. ഞാനും വൈഫും മാത്രമേ വീട്ടിലുള്ളൂ. എല്ലാവരെയും കാണാനും പരിചയപ്പെടുവാനും വേണ്ടി സാധിച്ചതിനകത്ത് വളരെ ഉണ്ട്. താങ്ക്സ്. മാത്യു KV കൊച്ചുപുരയ്ക്കൽ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ മാത്യു KV കൊച്ചുപുരയ്ക്കൽ. ഞാനിപ്പോൾ താമസിക്കുന്ന 3 ലെവലാണ്. നേരത്തെ തിരുവനന്തപുരമായിരുന്നു. എനിക്ക് 4 മക്കളാണ്. മൂത്ത 3 ആണും 1 പെണ്ണും. മൂത്തയാൾ കാനഡയിലാണ്. അവർ കല്യാണം കഴിച്ച് അവിടെ സെറ്റിലായിട്ട് താമസിക്കുന്നു. രണ്ടാമത്തെ ആൾ ചാൾസ്, അവന് UK കല്യാണം കഴിച്ച് അവരവിടെ സെറ്റിലായിട്ട് താമസിക്കുന്നു. മൂന്നാമത്തേത് മോളാണ്. അവിടെ ന്യൂസിലൻഡിൽ അവരവിടെ ഫാമിലിയായിട്ട് താമസിക്കുന്നു. 4ാമത്തത് മോനാണ്. അവന് ഇപ്പം ഇവിടെ ഹ്യുണ്ടായി കാർ കമ്പനിയിൽ അടിച്ചറയിൽ സെയിൽസിൽ നിൽക്കുന്നു. ഞങ്ങൾ 2 പേരും മാത്രമേ ഇപ്പം നിലവിൽ വീട്ടിലുള്ളൂ. താങ്ക് യു. അപ്പം ഇവിടെ വന്ന് ഈ എല്ലാ പഴയ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ സാധിച്ചതിനകത്ത് ഒത്തിരി നന്ദി പറയുന്നു. താങ്ക് യു. ഹലോ, എൻ്റെ പേര് സാബു വർഗീസ്. ഞാൻ ഏറ്റുമാനൂരിൽ താമസിക്കുന്നു. എൻ്റെ വൈഫാണിത്. പേര് ഹൗസ് വൈഫാണ്. എനിക്ക് 2 മക്കളാണ്. മൂത്ത ആൾ മോനാണ്, ദുബൈയിൽ വർക്ക് ചെയ്യാണ്. ഉള്ള വൈഫും 1 കൊച്ചുമുണ്ട്. ഇളയത് പെൺകൊച്ചാണ്. അവളുടെ MSW കഴിഞ്ഞിട്ട് പാല മരീൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ ഏറ്റുമാനൂർ ഒരു ചെരുപ്പോടെ നടന്നുണ്ട്. വരുന്നവർക്കൊക്കെ ഞാൻ ഡിസ്കൗണ്ട് തരുന്നതാണ് കേട്ടോ. താങ്ക് യു. ഒന്നും പ്രിയ വന്നവർക്ക് അറിയാതെ. താങ്ക് യു. സെബാസ്റ്റ്യൻ മൊമെന്റോ നൽകി. എൻ്റെ പേര് സാജു സെബാസ്റ്റ്യൻ. ഞാൻ എഞ്ചിനീയറിംഗ് ഡിഗ്രിക്ക് ശേഷം NTPC ജോയിൻ ചെയ്തു. 38-39 വർഷത്തോളം വർക്ക് ചെയ്തു. ഞാൻ ജനറൽ മാനേജറായിട്ടാണ് റിട്ടയർ ആയത്. ഇപ്പോൾ ഞാൻ സ്വസ്ഥമായിട്ട് ഏറ്റവും പാറവല്ലിക്കൽ താമസിക്കുന്നു. ഈ 2 പിള്ളേരാണ് ഉള്ളത്. മൂത്ത മോൻ US സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. രണ്ടാമത്തെ മോള് സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അവർ കാക്കനാട് വർക്ക് ചെയ്യുന്നു. പിന്നെ ഭാര്യ മിനി കൊറലങ്ങാടാണ് വീട്. എൻ്റെ പേര് മിനി. ഞാനൊരു 18 വർഷം ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നു. പിന്നെ നിർത്തേണ്ടി വന്നു. ട്രാൻസ്ഫറായിട്ട് നിർത്തി. ഞാൻ 34 വർഷമായിട്ട് സൗദിയിലായിരുന്നു, ടെക്സ്റ്റൈൽ ബിസിനസ്സിൽ. ഇപ്പോൾ 2018 മുതൽ നാട്ടിൽ ഉണ്ട്. ഇത്
ഭാര്യ ലൂസി. എൻ്റെ പേര് ടിമ്മി എന്നാണ്. രണ്ടാമത്തെ ഇവരെ എറണാകുളത്ത് പരിചയപ്പെട്ട് ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ ആൾ കാനഡയിൽ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുന്നു. മൂന്നാമത്തെ മോള് UK ജോലി ചെയ്യുന്നു. ഇപ്പോൾ താമസിക്കുന്നത് കുറുപ്പത്തിനകത്ത് കല്ലറയ്ക്ക് പോകുന്ന മേമുറിയിൽ. പ്രാർത്ഥനയൊക്കെ അവിടെ നടത്തി റീത്തൊക്കെ വെച്ചതാണ്. എൻ്റെ പേര് സെബാസ്റ്റ്യൻ കേറ്റ്. സാലി. ഞങ്ങൾക്ക് 3 മക്കളാണ്. മൂത്ത മോള് ന്യൂസിലാൻഡിലാണ്. രണ്ടാമത്തെ മോള് ഖത്തറിൽ. ഒരു മകൻ അയർലൻഡിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. 3 പേര് കുടുംബമായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് സെബാസ്റ്റ്യൻ PV. ഞാൻ KSB റിട്ടയർ ചെയ്തു. എൻ്റെ ഭാര്യ ഇപ്പം ഇല്ല. ഈ സ്കൂളിൽ അധ്യാപികയായിരുന്നു. ഞങ്ങൾക്ക് 3 പിള്ളേരാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴുള്ളത് 3 പേരുടെ വിവാഹം കഴിഞ്ഞു. ഇളയ മകൻ ഈ സ്കൂളിൽ തന്നെ ഇപ്പോൾ അധ്യാപകനാണ്. രണ്ടാമത്തെ മകള് ഇവിടെ CA പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഒന്നാമത്തെ മകള് ലൈറ്റിംഗ് കമ്പനി ജോലി ചെയ്തു. ഞാൻ സെബാസ്റ്റ്യൻ തോമസ്. ലൂക്കോസ് പറഞ്ഞ 3 പേരിൽ ഒരാൾ ഞാനാണ്. വളരെ മുതൽ ഇതൊന്നും അറിയത്തില്ലെങ്കിലും വളരെ നല്ല പഠിച്ചു. സ്കൂളിൽ പഠിക്കുമ്പോൾ ഏറ്റവും വലിയൊരു സങ്കടം എൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിലെ ഏറ്റവും ചെറിയ ആൾ ഞാനാണ്. അതുകൊണ്ട് ഇവരിൽ പലരും തന്നെ കണ്ടിട്ടുണ്ടാവില്ല. ഞങ്ങൾ താമസിക്കുന്നത് കോട്ടമുറിക്ക് എന്ന കാര്യസ്ഥനിലേക്ക് പോകുന്ന വഴിയിലാണ്. ഞാൻ ONGCയിലായിരുന്നു. ചീഫ് ജനറൽ മാനേജറായിട്ടാണ് റിട്ടയർ ചെയ്തത്. പിന്നെ വർക്ക് ചെയ്തിരുന്നത് ആദ്യം ബോംബെ ഹൈയിലുണ്ടായിരുന്നു. ഇന്ത്യയുടെ ഓയിൽ ഫീൽഡായിട്ടുള്ള ബോംബെ ഹൈയിൽ. പിന്നെ പല സ്ഥലങ്ങളിലായിട്ടുണ്ടായിരുന്നു. മിക്കവാറും ഡൽഹി, ബോംബെ, ചെന്നൈ, ആസാമിലും ഒക്കെ ഉണ്ടായിരുന്നു. ട്രാൻസ്ഫറോഡായിരുന്നു. ഇത് വൈഫില്ലത. എൻ്റെ പേര് ലത സെബാസ്റ്റ്യൻ. 2 പെൺകുട്ടികളാണ്. ഒരാൾ US, ഒരാൾ UK. ഒരാളുടെ മാരേജ് കഴിഞ്ഞു. ഒരാളൊക്കെ ഉണ്ട്. ഞങ്ങൾ എറണാകുളത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. 2 പേർ കൂടി 4 പേരുണ്ട്. എൻ്റെ പേര് സിബി കുര്യൻ. ഞാൻ സംസ്ഥാന ആരോഗ്യ വകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്തു. എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ പേര് ലാലി. ഞാൻ റിട്ടയർഡ് ടീച്ചറാണ്. ഞങ്ങൾക്ക് 2 കുട്ടികൾ. ഒരാൾ UK-ലും മറ്റേയാൾ US-ലും ഫാമിലിയായിട്ട് താമസിക്കുന്നു. ചളക്കാട്ട്. എൻ്റെ പേര് സണ്ണി. എൻ്റെ ഭാര്യയുടെ പേര് സുമ ജോസഫ്. ഞങ്ങൾ ഒന്നിച്ച് വരണമെന്ന് ആഗ്രഹിച്ചതാണ്. ഭാര്യയ്ക്ക് പെട്ടെന്നൊരു അസുഖം ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി. പിന്നെ ടോം നേരത്തെ അനൗൺസ് ചെയ്തിരുന്നു ഉച്ചകഴിഞ്ഞ് ഞാനൊരു മാജിക് ഷോ നടത്തുമെന്ന്. പക്ഷേ മാജിക് ഷോ ഒരു ക്ഷമാപണം നടത്താനുള്ള നിർവാഹമില്ല. എന്താണെന്ന് ചോദിച്ചാൽ എനിക്കൊരു സഹായിക ആവശ്യമുണ്ട്. സാധാരണ മാജിക് ഷോ ചെയ്യുമ്പോഴത്തേക്ക് എന്നെ സഹായിച്ചുകൊണ്ടിരുന്നത് എൻ്റെ വൈഫാണ്. വൈഫിനെ വരാൻ സാധിക്കാത്തതുകൊണ്ട് ഇന്ന് മാജിക് ഷോ നടത്തുവാനായിട്ട് നിർവാഹമില്ല. മറ്റൊരു അവസരത്തിൽ അവസരം കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് നടത്തുന്നതാണ്. ഞങ്ങൾക്ക് 2 പെൺകുട്ടികളാണ്. മൂത്തയാൾ PhD ചെയ്യുന്നു. രണ്ടാമത്തെ ആൾ ഫെഡറൽ ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. 2 പേരുടെയും മാരേജ് കഴിഞ്ഞു. ശ്രീ ജോർജ് തോമസ് ബോംബെയിൽ നിന്ന് ഈ പരിപാടിക്ക് വേണ്ടി മാത്രം ഇവിടെ എത്തിച്ചേർന്നതാണ്. അദ്ദേഹം മൊമെൻ്റം നൽകി ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് സണ്ണി മാത്യു. ഞാൻ ഏറ്റുമാനൂർ ഇലക്ട്രിസിറ്റി ബോർഡിനോട് താമസിക്കുന്നു. ഇതെൻ്റെ വൈഫ് സാനി. ഏറ്റുമാനൂർ സെൻട്രൽ സ്കൂളിലെ ടീച്ചറൊക്കെ ആയിട്ട് ചെയ്യുന്നതായിരുന്നു. പിന്നെ ഹൗസ് വൈഫാണ്. ഞങ്ങൾക്ക് 2 മക്കളാണുള്ളത്. മൂത്തയാൾ UK-ലും രണ്ടാമത്തവൻ കാനഡയിലും. 2 പേരുടെയും കല്യാണമൊക്കെ കഴിഞ്ഞു. 4 കൊച്ചുമക്കളും ഉണ്ട്. ഇപ്പം ഞങ്ങൾ 2 സ്വസ്ഥമായിട്ട് വീട്ടിലിരിക്കുന്നു. താങ്ക് യു. വളരെയധികം സന്തോഷം തോന്നുന്നു.
പ്രത്യേകിച്ച് ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻ സക്സസ് ആയിട്ട് നടത്തുന്നതിന് സാധിച്ചു. കൂട്ടത്തിൽ തന്നെ ഒരു സങ്കടവാർത്തയുള്ളത്, അത് ഓണംകുള അച്ഛൻ കൂട്ടത്തിലില്ലല്ലോ എന്നുള്ളത്. അച്ഛൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഫാമിലി സെലിബ്രേഷൻ എന്നുള്ള ആ കൺസെപ്റ്റ് തന്നെ അച്ഛനിൽ നിന്നാണ് കിട്ടിയത്. ആ ഒരു ദുഃഖം മാത്രമേ ഉള്ളൂ. എൻ്റെ പേര് അന്ന, അല്ലെങ്കിൽ ലീല. എനിക്ക് ലീല എന്ന് പറയുന്നത് ഇഷ്ടം, പക്ഷേ പോട്ടെ, അന്ന. പിന്നെ ഞങ്ങൾക്ക് 2 കുട്ടികളാണ്, 2 ആൺകുട്ടികൾ. മൂത്ത മോൻ ഓർത്തോ സർജൻ, ഇപ്പം ESI ഹോസ്പിറ്റൽ കളമശ്ശേരിയിൽ. വൈഫ് ജനറൽ മെഡിസിൻ ബാംഗ്ലൂര്. പിന്നെ രണ്ടാമത്തെ മോൻ അയർലൻഡിൽ MS കഴിഞ്ഞ് അവിടെ തന്നെ ജോൺസൺ ആൻഡ് ജോൺസണിൽ വർക്ക് ചെയ്യുന്നു. വൈഫ് ഡോക്ടറാണ്, MDS അയർലൻഡിൽ. പിന്നെ ഞങ്ങൾ 2 പേരും തന്നെ എൻജോയിങ് ദ ലൈഫ്. നമ്മുടെ ഈ മൊമെൻ്റോയുടെ ആശയം തന്നെ ഈ ഗോൾഡൻ ജൂബിലി സെലിബ്രേഷന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവന്നത് ശ്രീ സണ്ണി വാകച്ചേരിയുടെ ഒരു ഐഡിയയാണ്. അത് അങ്ങനെ ഒരു നല്ല കീഴ്വഴക്കമാണെന്ന് അദ്ദേഹമാണ് അതവിടെ പറയുകയും നമ്മളതിന് സംബന്ധിച്ച് ഉടനെ തന്നെ അതിന് ക്രമീകരണം ഏർപ്പെടുത്തുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആ വലിയ വിശാലമായ ആ കാഴ്ചപ്പാടിന് നമുക്ക് പ്രത്യേകം അഭിനന്ദനവും നന്ദിയും അദ്ദേഹത്തിന് കൊടുക്കാം. ഞാൻ തന്നെ ഈ മൊമെൻ്റ് അദ്ദേഹത്തിൻ്റെ സെർവ് ചെയ്യുകയാണ്. പാർവണിക്കലാണ് സണ്ണിയുടെ വീട് കേട്ടോ. സോറി, നനയ്ക്കപ്പാടം. എൻ്റെ പേര് തോമസ് ജോസഫ് തോട്ടപ്പള്ളി. ഇതിൻ്റെ വൈഫ്. എനിക്ക് 2 മക്കളാണ്, ഒരാണും പെണ്ണും. അവരുടെ ബാംഗ്ലൂർ ജോലി ചെയ്യുന്നു, ഹോസ്പിറ്റലാണ്. ഞങ്ങൾ 2 റിട്ടയർമെൻ്റ് ആയി. നോർത്ത് ഇന്ത്യയിലാണ്. എൻ്റെ ഭാര്യയുടെ അന്നമ്മ തോമസ്. ഞങ്ങൾ ആനമല താമസിക്കുന്നു. ആനമല, അതിലമ്പ് ആനമല താമസിക്കുന്നു. ആ സണ്ണി മൊമെൻ്റോ നൽകി എൻ്റെ പേര് തോമസ് എന്നാണ്, ബെന്നിന്ന് വിളിക്കുന്നു. ഞാൻ 10-25 വർഷമായിട്ട് ബാംഗ്ലൂരായിരുന്നു. നാട്ടിൽ തന്നെയുണ്ട്. അവിടെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. ഒരു മകൾ മാത്രമേ വന്നിട്ടുള്ളൂ, 3 മക്കളുണ്ട്. ഇവിടെ തന്നെ പഠിക്കുന്നു. പേര് റാണിമോൾ. റാണിമോൾ ഈ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ മൊമെൻ്റോ നൽകുന്നത് നമ്മുടെ കണ്ണൂർ കാസർഗോഡ് നിന്ന് ഈ പരിപാടിക്ക് തന്നെ വന്ന ഹൈസ്കൂൾ അധ്യാപകൻ ശ്രീ ആൻഡ് PP. തോമസ് മാത്യു, കുന്നോളൂരാണ് വീട്. ഞാനിപ്പോൾ 46 വർഷമായിട്ട് ബോംബെയിലാണ്. 3 കുട്ടികളാണ്. മൂത്ത 2 പെൺപിള്ളേരും ഇളയ ചെറുക്കനും. 3 പേര് എൻജിനീയേഴ്സാണ്. എല്ലാവരും ജോലിക്ക് പോകുന്നു. പെൺപിള്ളേർക്കൊക്കെ മക്കളായി. ഞാനങ്ങനെ മുത്തച്ഛനായി. എല്ലാവർക്കും പ്രത്യേക നന്ദി ഞാൻ പറയുന്നു. ഞാൻ ഈ ജനുവരിയിലാണ് ആക്ച്വലി നമ്മുടെ ഗ്രൂപ്പിൽ അംഗമായത്. അപ്പം ജോർജ് കുട്ടി സാർ വിളിച്ച് എന്നോട് വരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ജോർജ് കുട്ടിയോട് ഒരു കാര്യം ചോദിച്ചുള്ളൂ. ഈ ഇത്രയും പഠിച്ച 106 പേരെ ഒരുമിച്ച് ഏകോപിപ്പിച്ച് ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ സാധിച്ചോ എന്നുള്ളതാണ് ഞാൻ ആദ്യം ചോദിച്ചത്. അതൊക്കെ നടക്കും തോമസ് ഭായി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ ഒത്തിരി സംസാരിക്കാൻ കുറേ വോയിസ് മെസ്സേജൊക്കെ വിട്ടിട്ടുണ്ട്. വളരെ സന്തോഷം തോന്നി. ഇപ്പോൾ ഞാൻ ഇതിനായിട്ട് തന്നെ വന്നതാണ്. അപ്പോൾ എൻ്റെ വരവൊരു നഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് സന്തോഷം. നമ്മുടെ ബോംബെയിൽ നിന്ന് അവസാനമായിട്ട് നമ്മുടെ 3-4 പേര് കിട്ടാനുണ്ടായിരുന്നു ഈ ഗ്രൂപ്പിൽ. ഇപ്പോഴും കിട്ടാനുണ്ട്. ഒരു ശിവൻകുട്ടിയുണ്ട്, ഒരു ഷാജി ജേക്കബ് ഉണ്ട്, ഒരു സ്കറിയ തോമസ് പൊന്മാട്ടെ എന്ന് പറയുന്ന 3-4 പേര്. അതുപോലെ തന്നെ തോമസ് മാത്യു. ഈ തോമസ് മാത്യുവിന് പകരം മറ്റൊരു തോമസ് മാത്യുവിനെ നമ്മൾ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യമൊക്കെ അവൻ നമ്മളോട് സഹകരിച്ചെങ്കിൽ അവസാനം അവൻ നമ്മളോട് തുറന്നു പറഞ്ഞു, ഞാൻ നിങ്ങളോട് പഠിച്ച ആളല്ല, ഞാൻ മറ്റേ തോമസ് മാത്യുവിനെ എനിക്കറിയാം, കുറുമുള്ളൂർ തന്നെയാണ്, അതുകൊണ്ട് എന്നെ വിട്ടേക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ തന്നെ കസിനാണ് നമ്മുടെ KM മാത്യു, ഇവിടെ ബേബി എന്നറിയപ്പെടുന്ന ഇവിടുത്തെ പഴയൊരു വോളിബോൾ പ്ലെയറാണ്. നമ്മളെല്ലാവരും ഇപ്പോൾ അദ്ദേഹത്തെ കണ്ട് അദ്ദേഹം മൊമെൻ്റൊക്കെ വാങ്ങിച്ചു.
അദ്ദേഹമാണ് ഇദ്ദേഹത്തിൻ്റെ നമ്പർ, തോമസ് മാത്യുവിൻ്റെ നമ്പർ നമുക്ക് ഇട്ടു തരികയും ഞാൻ ഇദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യുകയും, കാരണം എൻ്റെ അടുത്താണ് കുറേ ക്ലാസ്സിൽ കുറേ സമയമൊക്കെ ഈ തോമസ് മാത്യു ഇരുന്നത്. അന്ന് ഇത്രയും എളുപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ വലിയ കൂട്ടായിരുന്നു. അപ്പം ഇവനെ കിട്ടണമെന്നുള്ളൊരു ആഗ്രഹം നമുക്കുണ്ടായിരുന്നു. അങ്ങനെ കണ്ടുപിടിച്ച് ബേബി പറഞ്ഞ് നമ്പർ തന്ന് കിട്ടുക. അപ്പോൾ ഇദ്ദേഹത്തിന് വരണമെന്ന് ഞാൻ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു. വൈഫുമായിട്ട് വരണമെന്ന് പറഞ്ഞു. ഇനിയുള്ള ഒരു അവസരത്തിൽ വരാൻ വൈഫിനെ കൊണ്ട് ഏതായാലും ഞാൻ വന്നിരിക്കുമെന്ന് വാക്ക് പറയും. ആ വാക്ക് പാലിക്കാൻ ആ ഒരു ധൈര്യം കാണിക്കുകയും ആ ഒരു ഇൻട്രസ്റ്റ് എടുത്ത് ഈ ചെറിയ ഈ സംഗമത്തിൽ ഇത്രയും അകലെ വന്ന് പങ്കെടുത്ത തോമസ് മാത്യുവിന് പ്രത്യേക അഭിനന്ദനങ്ങൾ നേരുന്നു. അതുപോലെ ഒപ്പം തന്നെ നമ്മുടെ ശ്രീ NJ ജോസ് അദ്ദേഹത്തിന് മൊമെൻ്റം നൽകി ആദരിക്കുന്നതാണ്. നിങ്ങൾ തപ്പി നടന്ന തോമസ് MP ആണ്. ആളെൻ്റെ ഒരു കസിൻ ബ്രദർ തന്നെയാണ്. പക്ഷേ ആളെ ഇവിടെ അല്ല പഠിച്ചത്. എൻ്റെ ചേട്ടനാണ് KM മാത്യു ഡേവിസ് എന്ന് പറയുന്നത്. വോളിബോൾ പ്ലെയർ ക്യാപ്റ്റനൊക്കെ ആയിരുന്നു ആളുടെ പെങ്ങൾ ബോംബെ താമസിക്കുന്നുണ്ട്. ഞങ്ങൾ കോണ്ടാക്റ്റിലാണ്. അങ്ങനെ എന്നോട് ചോദിച്ചിട്ടാണ് നമ്പർ കൊടുത്തത് കേട്ടോ. തോമസ് ചേട്ടന് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാണ് നമ്പർ കൊടുത്തത്. കുഴപ്പമില്ലാന്ന് പറഞ്ഞ് അങ്ങനെയാണ് എൻ്റെ നമ്പർ കിട്ടാനും ജോർജുട്ടിക്ക് കിട്ടാനും ഞാനുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനും സാധിച്ചത്. ഇതിനായിട്ട് തന്നെ വന്നാണ് ഞാൻ നാളെ തിരിച്ചു പോകും. ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇങ്ങനെ ഗ്രൂപ്പിലിട്ട്, അപ്പം വളരെയധികം ആക്റ്റീവാണ് നമ്മുടെ ഗ്രൂപ്പ്. ഒരു ഫോട്ടോ ഇട്ട നിമിഷങ്ങൾക്ക് അടുത്ത വാർത്തയും റീലും അതുപോലുള്ള ഗ്രൂപ്പിലെ മെസ്സേജുകളൊക്കെ വന്ന് കവർ ചെയ്ത് അങ്ങ് പോകുക. ഇദ്ദേഹം അങ്ങ് പെട്ടെന്ന് അടിയിലായി പോകും. വീണ്ടും ഞാനെടുത്ത് ഇദ്ദേഹത്തെ ഫ്രണ്ടിട്ട് ബാക്കിയുള്ളവർ കാണാൻ വേണ്ടി, കാരണം എല്ലാവരും ഇദ്ദേഹത്തെ അറിയണമല്ലോ. അപ്പം അങ്ങനെ നമ്മുടെ കൂട്ടത്തിലുള്ള ചില സുഹൃത്തുക്കൾ ഇതൊക്കെ ഇവിടെ പറയുന്നതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. ചില സുഹൃത്തുക്കൾ ഇത് ആവർത്തന വിരസതയാണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ആവർത്തന വിരസത നമുക്ക് നിസ്സാരമായിട്ടത് സഹിക്കാവുന്നതേ ഉള്ളൂ എന്ന് ഞാനും പറഞ്ഞ് വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുകൊണ്ടിരുന്നു. അതാണ് നമ്മുടെ തോമസ് മാത്യു. ഇദ്ദേഹത്തിൻ്റെ ആ നിശ്ചയദാർഢ്യത്തിൽ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. എൻ്റെ പേര് തോമസ് സെബാസ്റ്റ്യൻ പഴയവരിക്കൽ എന്ന് പറയും. ഞാൻ പഴയ കൃഷിക്കാരനായിരുന്നു. എൻ്റെ ഭാര്യ പേര് ക്ലാരമ തോമസ്. ഞങ്ങൾക്ക് 4 മക്കളാണ്. 4 പേരും ജോലിക്കാരാണ്. ആരും ഞങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഇല്ല. ഈ തോമസ് മാത്യു തോമസ് സെബാസ്റ്റ്യൻ ദമ്പതികളെ കുറിച്ച് ഒരു വാക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഈ ഗ്രൂപ്പ് കൂടുന്നതിന് ഏറ്റവും അധികം നമ്മളുടെ വനിതാ വിഭാഗത്തിൽ നല്ല ഈ സഹധർമ്മിണിമാരുടെ ഭാഗത്ത് നിന്നും വളരെയധികം ഇൻട്രസ്റ്റ് എടുത്ത് ഈ ഗ്രൂപ്പിലെ നമ്മുടെ മരിച്ചുപോയ ഗോപാലകൃഷ്ണൻ്റെയും ജോയി ജോർജ് കണ്ണച്ചേലിൻ്റെയൊക്കെ നമ്പറുകളൊക്കെ ട്രേസ് ചെയ്ത് തന്നത് ഈ മാഡമാണ്. ആ മാഡത്തിന് ഈ ടോമിയെ കഴിഞ്ഞും തോമസിനെ കഴിഞ്ഞും ഇൻട്രസ്റ്റാണ് ഈ ഗ്രൂപ്പ് കൂടുന്നതിന് ഉണ്ടായിരുന്നത്. അപ്പം അതുപോലെ തന്നെ ഇവരുടെ ഒരു ഡിസ്റ്റൻ്റ് റിലേറ്റീവ് ആയിട്ടുള്ള തങ്കച്ചൻ പഴയപുരയ്ക്കൽ എന്ന് പറയുന്ന ഒരാളുണ്ട് നമ്മുടെ കൂടെ. ബേബിക്കൊക്കെ അറിയാം. അപ്പം അദ്ദേഹത്തെ കണ്ടുപിടിക്കുക, അദ്ദേഹത്തിൻ്റെ അനിയനോട് ചോദിച്ചപ്പോൾ തങ്കച്ചൻ മരിച്ചു പോയെന്നാണ് പറഞ്ഞത്. അവൻ്റെ ഇവിടെ തങ്കച്ചൻ മരിച്ചു പോയെന്ന് ജിമ്മിയില്ലേ അവൻ്റെ അനിയൻ അവിടെ ചന്ത, അങ്ങനെ ആളില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. വീണ്ടും ഇത് തങ്കച്ചനെ കുറിച്ച് ടോമിയോട് ചോദിച്ചപ്പോൾ പറയും, ഞങ്ങൾ എന്നിട്ട് പള്ളിക്കത്തോടപ്പുറം മറ്റക്കര എന്ന സ്ഥലത്ത് ഞാനും വേറെ 1-2 പേരും കൂടെ അന്ന് സിബിയുണ്ട്, ചളക്കാട്ട് സിബി ഉണ്ടായിരുന്നു. പിന്നെ വേറെ 2 പേരും കൂടി ഞങ്ങൾ വണ്ടിയെ പിടിച്ച് പോയി തങ്കച്ചനെ കാണുകയും ഈ മീറ്റിങ്ങിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുകയൊക്കെ ചെയ്തതാണ്. തങ്കച്ചന് വയ്യ, അതുകൊണ്ടാണ് അല്ലേ വന്നേന്. ഇവിടെ അതിന് ഇച്ചിരി സ്ഥലം ഏതാണ്ട് കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അത് കിട്ടുമെന്ന് സംശയമുണ്ടെന്ന് ഭാര്യയും പറഞ്ഞു. അങ്ങനെയൊക്കെ ആശയവിനിമയം, കുടുംബപരമായ ആശയവിനിമയമൊക്കെ നടത്തി തങ്കച്ചൻ വരികയില്ല എന്ന് പറഞ്ഞു. ഏതായാലും ഈ ടോമിയുടെ മിസ്സസിനും ഈ കൂട്ടായ്മയിൽ നമ്മൾ സാധാരണ ഞാനെടുത്ത അതേ ഇൻഡസ്ട്രിയിൽ തന്നെ നമ്മളോടൊപ്പം കട്ടയ്ക്ക് നിന്നുകൊണ്ട് പെരുമാറുകയും ഗാദറിങ്സിന് വേണ്ടിയ എല്ലാ സഹായങ്ങളും ചെയ്തവർക്ക് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. ഞാൻ തന്നെ ഈ മൊമെൻ്റം ശ്രീ ടോം സെബാസ്റ്റ്യന് കൊടുക്കുകയാണ്. എൻ്റെ പേര് ടോം സെബാസ്റ്റ്യൻ.
സോമൻ ഒരു പേരും കൂടെ ഉണ്ട്. സോമൻ എന്ന് പറയുന്നത് സോംജി എന്നുള്ള പേര് ലോപിച്ച സോമനായിപ്പോയത്. അത് സോമൻ അങ്ങനെയാണ് സോമൻ എന്ന് പറഞ്ഞത്. കാരണം ഞങ്ങൾ ടിൻസായിരുന്നു. മറ്റേ ആളുടെ പേര് സജി എന്നും എൻ്റെ ആളുടെ പേര് സോംജി എന്നും. മറ്റേ ആൾ 2 വയസ്സായപ്പോൾ മരിച്ചുപോയി. അങ്ങനെ സോംജിയാണ് ചുരുങ്ങി സോമനായി മാറിയത്. അതുകൊണ്ട് പ്രാദേശികമായിട്ടുള്ള എല്ലാവരും അറിയുന്നത് സോമൻ എന്നാണ്. പിന്നെ ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് മണ്ണാറൂന്നാണ്. നമ്മുടെ തോമസിൻ്റെ ടോമിൻ്റെ വീടിൻ്റെ അടുത്ത്. പിന്നെ ഞങ്ങൾക്ക് 3 മക്കളാണ് ഉള്ളത്. മൂത്ത മോള് അവള് 2 പേരും ജോലിയായിട്ട് ഹൈദരാബാദിൽ. ബാക്കി 2 പേര് അവന്മാർ പുറത്താണ്. ഒരാൾ US ഒരാൾ ജർമ്മനിയിൽ. ഞാൻ സ്റ്റേറ്റ് സർവീസിൽ നിന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് റിട്ടയർ ചെയ്തത്. ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നാണ് റിട്ടയർ ചെയ്തത്. പേര് ബിനു. ബിനുവിൻ്റെ വീട് വെണ്ണിക്കുളമാണ്. അപ്പോൾ മുമ്പേ ജോണി പറഞ്ഞതനുസരിച്ച് ജോണിയുടെ ഒരു വലിയ സുഹൃത്താണ് ബിനുവിൻ്റെ ബ്രദർ. അപ്പം ഞങ്ങളുടെ കല്യാണം നടക്കുന്നതിന് മുമ്പ് ഈ ബ്രദർ എന്നെപ്പറ്റി അന്വേഷിച്ചത് ഈ ജോണിയോടാണ്. ജോണിയാണ് ഏറ്റവും പരിചയമുള്ള അതിരപ്പുഴയുള്ളതാണ്. അപ്പോൾ ജോണിയോട് ചോദിച്ചു ഇവൻ എങ്ങനെയുണ്ട്, അടിക്കുമോ എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. അപ്പോൾ ജോണി പറഞ്ഞ മറുപടിയാണ് അതിനകത്ത് രസം. അതിരപ്പുഴക്കാരനല്ലേ, നമുക്ക് ക്ഷമിച്ചുകളാം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ഉണ്ട് എന്നും പറഞ്ഞില്ല. ഓക്കെ, ശരി, താങ്ക് യു. അപ്പോൾ ഈ ദമ്പതികളെ കുറിച്ച് പറയുകയാണെങ്കിൽ സോമൻ എന്ന അപരനാമത്താൽ എല്ലാവരുടെയും സോമൻ ആയിട്ട് തന്നെയാണ് അന്ന് നിന്നിരുന്നത്. നമ്മുടെ ഫോട്ടോയ്ക്കാണ്, അന്നത്തെ ഫോട്ടോയ്ക്കാണ് അകത്താണെങ്കിൽ നിലത്ത് ഏറ്റവും കൊച്ചുപിള്ളേരിയ്ക്കുന്ന പോലെ ഇരുത്തിയാണ് അന്ന് ഗ്രൂപ്പ് ഫോട്ടോയ്ക്കകത്ത് ഇരിക്കുന്നത്. അത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തോട്ടപ്പള്ളി സാർ നല്ല കിഴുക്ക് കൊടുക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. തോട്ടപ്പള്ളി സാർ ഇങ്ങനെ കിഴുക്കി നിന്നെ പിടിച്ച് അങ്ങേയറ്റത്ത് ഇങ്ങേയറ്റം വരെ കൊണ്ട് വരും ഈ സോമന്. അപ്പം ഞാനൊക്കെ പുറകെ ചിരിക്കും ആ സമയത്ത്. അപ്പം അതുപോലെ തന്നെ ഈ കൂട്ടായ്മയ്ക്ക് വളരെ ഒരു ഉണർവും ഉന്മേഷവുമായിട്ട് ഒപ്പത്തിനൊപ്പം നിന്ന് കാര്യങ്ങളെല്ലാം എടുത്തു പറയുകയും എന്നാൽ അതിനോടൊത്ത് ക്രിയാത്മകമായിട്ട് സഹകരിക്കുകയൊക്കെ ചെയ്ത് മുൻപന്തിയിൽ അന്നും ഇന്നും ഇപ്പോഴും നിൽക്കുന്ന ശ്രീ ടോം. 2 പേരുണ്ട്. തോമസ് സുഭാഷ് മുമ്പ് വന്നതും തോമസ് സുഭാഷ് ഇത് സോമൻ അറിയപ്പെടും. തോമസ് സുഭാഷിനെയും കുടുംബത്തെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഈ സഹകരണം ഇനിയും മുന്നോട്ടുള്ള എല്ലാ ക്രമങ്ങളിലും ഇതിൻ്റെയൊക്കെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുത്ത് ലീഡർഷിപ്പ് ഭാഗത്തേക്ക് തന്നെ കടന്നു വന്ന് അത് കൈകാര്യം ചെയ്യണം എന്നും ഒരു അഭ്യർത്ഥന ഇതിൻ്റെ അകത്ത് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ മൊമെൻ്റ് ഞാൻ തന്നെ കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ എല്ലാം നമ്മുടെ ഒരു സ്വന്തം അനുജനെ പോലെ എല്ലാ കാര്യത്തിലും സഹകരിച്ച് ഇപ്പോഴും സഹായിച്ച് ഒക്കെ നമ്മുടെ എല്ലാ കാര്യത്തിലും ആക്റ്റീവായിട്ട് വർക്ക് ചെയ്ത് നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ട്. അതാണ് ആ മനസ്സിൻ്റെ വലിപ്പത്തെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ കറുത്ത ശരീരമല്ല, ഉള്ളിലെ മനസ്സ് നല്ല വെളുത്തതാണ്. ചില വെളുത്ത ആളുകളുണ്ട്, പക്ഷേ കറുത്ത മനസ്സിന് അതിലും കട്ടിയായിട്ടുള്ള മനസ്സുള്ള വെളുത്ത ആളുകൾ ഉണ്ട്. അതിലെല്ലാം വിഭിന്നമായിട്ട് വർക്കി നമ്മുടെ എല്ലാം പ്രിയങ്കരനാണ്. വർക്കിക്ക് നമ്മുടെ ഈ മൊമെൻ്റ് നൽകുന്നതിന് നമ്മുടെ സണ്ണി സുഭാഷിനെ ക്ഷണിക്കുന്നു. ാണ് ജോസഞ്ജയെ ഭാര്യയും ജോസഞ്ജയെ മാതിരമ്പുഴ രശ്മി സ്റ്റുഡിയോ ഡയറക്ടർ MS ജോർജ് നൽകി ഈ മൊമെൻ്റ് നൽകി ആദരിക്കുന്നു. എൻ്റെ പേര് ജോസ് ജഞ്ച്. ഞാൻ അതിരപ്പുഴ പഞ്ചായത്ത് 12ാം വാർഡിൽ താമസിക്കുന്നു. എനിക്ക് 3 മക്കളാണ്, പെൺമക്കളാണ്. 3 പേരിൽ 2 പേരുടെ വിവാഹം കഴിഞ്ഞു. മൂത്തയാൾ വിവാഹം കഴിച്ച് അവർ ഓസ്ട്രേലിയൻ കുടുംബമായിട്ട് താമസിക്കുന്നു. രണ്ടാമത്തെ ആൾ സൗദിയിലും ഇളയാൾ UK ജോലി ചെയ്യുന്നു. ഒരാളുടെ കല്യാണം കൊണ്ട് നടക്കാനുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ കുടുംബ വിശേഷം. എൻ്റെ ഭാര്യ ഇത് സാലി എന്നാണ് പേര്. ഇത്രയും
പ്രേമത്തിൻ ഗന്ധർവ വിരൽ